നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ഏറ്റവും വളരെ പഴക്കമുള്ള അനുഗ്രഹീതമായൊരു സഭയാണിത്. ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച് ദൂതിലേക്കും പ്രവേശിക്കുന്നു. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒരാൾ വായിക്കാം. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം. മതി. ഈ സങ്കീർത്തന 1-ാം വാക്യം ഒരു നിലവിളിയാണ്. യഹോവയെ രക്ഷിക്കണം. 1-ാം വാക്യം നിലവിളിയാണെങ്കിൽ 5-ാം വാക്യം ഉത്തരമാണ്. പാസ്റ്റർ 5-ാം വാക്യം ഇവിടെ വായിക്കാം. 5-ാം വാക്യം ആരെങ്കിലും വായിച്ചോ? 5-ാം വാക്യം. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ. 1-ാം വാക്യം നിലവിളിയെങ്കിൽ 5-ാം വാക്യം ഉത്തരമാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും ഇറങ്ങി വരുന്നവനുമായ ദൈവമാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും ഉത്തരമള്ളുന്നവനുമായ ദൈവമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യം അവിടെയുണ്ട്. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘനിശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കും. 38-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്. കർത്താവേ യഹോവേ, 9-ാം വാക്യം, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസ്നേഹിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നവനാണ്. എന്നാൽ ശബ്ദമെടുക്കുവാൻ കഴിയാതെ നെടുവീർപ്പുകൾ മാത്രം സ്വർഗത്തിലേക്ക് അയച്ചാലും അതിന് ഉത്തരം തരുന്നവനാണ് നമ്മുടെ ദൈവം. നെടുവീർപ്പുകൾക്ക് ഉത്തരം തരുന്ന ദൈവം. ഞരക്കം അവന് മറഞ്ഞിരിക്കുന്നില്ല. ഈ ആരാധനാലയത്തിൽ വന്ന നിങ്ങളോട് മുട്ടി ഒരുമിയിരിക്കുന്ന സഹോദരൻ നിന്റെ ഞരക്കമറിയാത്തപ്പോഴും, നിന്നോട് ചേർന്നിരിക്കുന്ന സഹോദരി നിന്റെ ഞരക്കമറിയാത്തപ്പോഴും, നിന്റെ ഞരക്കമറിയുന്ന ഒരുവൻ ഈ പകൽ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിന്റെ ഞരക്കത്തിന് ഉത്തരം തരുന്ന ദൈവമാണ്. ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ രഹസ്യമായി കരയുന്ന ചിലതിന് പരസ്യമായി ദൈവം ഉത്തരം തരാൻ പോകുകയാണ്. ആരോടും പറയാതെ, ആരും അറിയാതെ നീ രഹസ്യമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിന് എല്ലാവരും കാണുക, എൻ്റെ ദൈവം ഉത്തരം തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈകളടിച്ചാട്ട്, വാ തുറന്നാട്ട്, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ പറ. ഓടോ റിക്കോനിയ ഉടമ ശബ്ദോനിയ, ഞാൻ രഹസ്യമായി കരയുന്നതിന്, ആരോടും പറയാതെ, ആരും അറിയാതെ ഞാൻ രഹസ്യമായി കരയുന്നത് ചിലതിന്, ഓ ഹല്ലേലൂയ, എൻ്റെ ദൈവം പരസ്യമായി ഉത്തരം തരാൻ പോകുകയാണ്. എല്ലാവരും കാണുക, എൻ്റെ ദൈവം ഉത്തരം തരാൻ പോകുകയാണ്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഉടമാന വൈഡമാന ഋതുനാബ ലംതുനാബ ഹൽഖുനാബ രംതുനാമ രംതുനാന ഡുഡബലാര ഹൈദമാന സത്തുനാബ ലംതുനി. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. യഹോവയെ രക്ഷിക്കണമേ, പ്രാസംഗികന്മാരില്ലാതെ പോകുന്നല്ല, പ്രബോധകന്മാരില്ലാതെ പോകുന്നല്ല, പ്രവാചകരില്ലാതെ പോകുന്നല്ല, എഴുത്തുകാരില്ലാതെ പോകുന്നല്ല, വിമർശകന്മാരില്ലാതെ പോകുന്നല്ല, നിരൂപകന്മാരില്ലാതെ പോകുന്നല്ല, ഭക്തന്മാരില്ലാതെ പോകുന്നു. ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യം കുറച്ച് പ്രസംഗികരെയല്ല, കുറച്ച് പ്രവാചകരെയല്ല, കുറച്ച് വിമർശകന്മാരെയല്ല, നിരൂപരെയല്ല. ദൈവത്തിന് ആവശ്യം ഭക്തന്മാരെയാ. ഞാൻ കൂടെ പറയുന്നൊരു പദം ഇന്ന് പകൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയെ പറയട്ടെ: 1000 പ്രസംഗികന്മാരിവിടെ വന്നാലും പിശാചിന് പേടിയില്ല. 2000 പ്രവാചകന്മാരിവിടെ ഒന്നിച്ചു വന്നാലും പിശാചിന് ഭയമില്ല. 3000 വിമർശകന്മാരോ നിരൂപകന്മാരോ ഇവിടെ ഒന്നിച്ചു കൂടിയാലും സാത്താന് ഭയമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന 10 ഭക്തന്മാരിവിടെ മുട്ടുകുത്തിയാൽ ദുഷ്ട പിശാചിന് ഭയമാണ്. അവൻ്റെ കോട്ടകൾ ഇടിയും. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ, വാ തുറന്ന് ആരാധിച്ചോ. 10 ഭക്തന്മാർ ഒന്നിച്ചു കൂടുന്നിടത്ത്, 10 അഭിഷക്തർ ഒന്നിച്ചു കൂടുന്നിടത്ത്, പ്രാർത്ഥിക്കുന്ന 10 ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നിടത്ത് പിശാചിന് ഭയമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ, ഭക്തനെയാണ് പിശാചിന് ഭയം. ദൈവത്തിന് ആവശ്യം ഭക്തന്മാരെയാണ്, ഭക്തന്മാരെ. വളരെ ശാന്തമായി ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ ഒത്തിരി കാലമൊക്കെ ചെന്നവരാ.
90 വയസ്സുള്ള അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കാൻ. വയസ്സ് എത്രയായി? ദൈവത്തിന് മാറ്റമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭക്തനെന്നും ഭക്തി നോക്കി, ഇത് ദൂരെയും കേൾക്കുന്നുണ്ടല്ലോ ലൈവായി, പിന്നെയും കേൾക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കണം. അതിനാണ് ഞാൻ ഈ വിഷയം ഇന്ന് രാവിലെ എടുത്തത്. ഈ ഭക്തനെന്നും ഭക്തി നോക്കി നമ്മൾ കൂടെ കൂടെ പറഞ്ഞു വിടും. പക്ഷെ ഭക്തൻ ആരാ? ഭക്തി എന്താ? ഭക്തി എന്ന പദത്തിന് വിശുദ്ധ ബൈബിളിൽ 4 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത് ഉപയോഗിച്ചിരുന്ന പദം ഫിയർ എന്ന പദമാണ്, ഭയം. രണ്ടാമത് ഉപയോഗിച്ചിരുന്ന പദം റവറൻസ് എന്ന പദമാണ്, ബഹുമാനം. മൂന്നാമത് ഉപയോഗിച്ചിരുന്ന പദം ഒബീഡിയൻസ് എന്ന പദമാണ്, അനുസരണം. നാലാമത് ഉപയോഗിച്ചിരുന്ന പദം ലവ് എന്ന പദമാണ്, സ്നേഹം. ഭക്തി എന്ന ഒരു വാക്കിന് 4 അർത്ഥങ്ങളുണ്ട്. പറഞ്ഞാട്ട്: 1 ഭയം, 2 ബഹുമാനം, 3 അനുസരണം, 4 ഇത് മൊത്തമുണ്ട്. അപ്പം ദൈവഭക്തൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി: എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ഭയപ്പെടും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ബഹുമാനിക്കും അവനാണ് ദൈവഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് കർത്താവിനെ അനുസരിക്കും അവനാണ് ഭക്തൻ. എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് കർത്താവിനെ സ്നേഹിക്കും അവനാണ് ദൈവഭക്തൻ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? സ്തോത്രം. നിങ്ങൾ ഏതൊന്നിനെ അഗാധമായി സ്നേഹിക്കുമോ അതായിരിക്കും നിങ്ങളുടെ ദൈവം. അബ്രഹാം ലിങ്കൻ പറഞ്ഞു, പണത്തെയാണെങ്കിൽ അതാ നിങ്ങളുടെ ദൈവം, മക്കളെയാണെ അതാ നിങ്ങളുടെ ദൈവം, ഭാര്യയാണെ അതാ ദൈവം, ഭർത്താവിനെയാണെ അതാ ദൈവം, കസേരയാണെ അതാ ദൈവം. ഇന്ത്യയിൽ 1000-ലധികം ദൈവമക്കൾ ആരാധിക്കുന്ന ഒരു സഭയിൽ 2 തവണ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. ആരാധനയുടെ ഒരു പ്രത്യേകത അനുകരിക്കാവുന്നത് നമ്മൾ കണ്ടെത്തണം. അവിടെ ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾ മുമ്പിൽ നിന്ന് ഇരുന്ന് തുടങ്ങും. എവിടെ നിന്ന് ഇരുന്ന് തുടങ്ങും? ഈ പെന്തക്കോസുകാരായി നമുക്ക് ഈ എഴുതി വെച്ച പ്രമാണമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പിള്ളേർക്ക് പോലും അറിയാം നമ്മുടെ ക്രമം, അല്ലേ? നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം സ്ഥിര ഇരിപ്പിടമുണ്ട്. നിങ്ങളുടെ ഇരിപ്പിടമൊന്നും എനിക്കറിഞ്ഞൂടാ. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നീങ്ങില്ല. സ്ഥിരം പ്രാർത്ഥനാ കുറ്റികളും ഉണ്ട്. ഏതായാലും ഇവിടെ ഇപ്പം കസേരയാ, മറ്റു മിക്കയിടത്തും ചെന്ന് നോക്കി ഭിത്തിയുടെ സൈഡാണ് ചാടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ക്രമം പിള്ളേർക്ക് പോലും അറിയാം. ആദ്യം 2 പാട്ട്, ആദ്യത്തെ പാട്ടിൽ ആത്മാവിലാകരുത്, രണ്ടാമതിലാകണം, അത് ലാസ്റ്റ് ചാൻസാ സ്പീഡിൽ പാടണം, അല്ലേ? ഇതിനൊക്കെ ക്രമമുണ്ട്. നിങ്ങൾ അന്തരീക്ഷം പോകുന്നു തോന്നില്ലേ? അപ്പം ഞാൻ കണ്ട ആ ചർച്ചിൻ്റെ പ്രത്യേകത, ആദ്യം ആര് വരുമോ അവരെവിടെ നിന്ന് തുടങ്ങും? മുമ്പിൽ. രണ്ടാമത് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല, അവർ മുട്ടിമേ നിൽക്കും. അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. ആരാധന ആരംഭിക്കും മുമ്പ് അവരെല്ലാവരുടെയും കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കും. അവരൊന്നിച്ച് വിളിച്ചു പറയും: എല്ലാവരെക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. വാര്യാപുരം ചർച്ച് ഓഫ് ഗോഡിൽ യുവാസപ്രാറിൽ വന്ന എത്ര പേർക്ക് ഇന്ന് പകൽ തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും: എൻ്റെ അപ്പനേക്കാളുപരി, എൻ്റെ അമ്മയെക്കാളുപരി, എൻ്റെ ഭാര്യയെക്കാളുപരി, എൻ്റെ ഭർത്താവിനേക്കാളുപരി, എൻ്റെ കുഞ്ഞുങ്ങളെക്കാളുപരി, എൻ്റെ സമ്പത്തിനേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചിട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാച് ലജ്ജിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പറ: എനിക്ക് എല്ലാറ്റിനേക്കാൾ വലുതെൻ്റെ കർത്താവാ. ഓ ഹുഷു റിയാ ഉടമാ റുകുനിയ, എനിക്ക് എന്റെ ജീവനേക്കാൾ വലുതെന്റെ യേശുവാ. ഹല്ലേലൂയ. എനിക്ക് എല്ലാറ്റിലും വലുതെന്റെ യേശുവാ. തന്റെ ഇടമുണ്ടോ? തന്റെ ഇടമുണ്ടോ? എല്ലാറ്റിലും വലുത് യേശുവാ. ബില്ലി ഗ്രഹാം കല്യാണം ആലോചിക്കാൻ പോയപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞെന്നാ പറയുന്നത്: ഞാൻ നിന്നേക്കാൾ ഉപരി മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്, സമ്മതമാണ്, കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. നമ്മുടെ സഹോദരിമാരാണെ പറയും: വേറെ ആരാണ്ട് സ്നേഹിച്ചിട്ട് എന്നെ കെട്ടാൻ വന്നേക്കുകയാണോ? ദർശനമുള്ള ആ സഹോദരി പറഞ്ഞു: അങ്ങ് മറ്റൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അങ്ങയേക്കാൾ ഉപരി ഞാനും വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട്.
അവനാണ് നാസ്രയനായ യേശു. 110-ാം വയസ്സിലാണ് ബില്ലി ഗ്രഹാം മരിക്കുന്നത്. മരണം വരെ ആ ബന്ധം ദൃഢമായിരുന്നു. ഉടുപ്പൊരിഞ്ഞു മാറ്റുന്ന ഒരു വിവാഹബന്ധം വേർവിടുന്ന അമേരിക്കയിൽ ബില്ലി ഗ്രഹാമിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവരിരുവരും അവരെക്കാൾ വലിയ യേശുവിനെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. 32 യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാ ചാപ്റ്റർ 32 വേഴ്സ് 38 to 40. 32-ന്റെ 38 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്, അവർ എനിക്ക് ജനമായും യെസ് ആ ആ ദൈവമക്കളെ, കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങുന്ന ദൈവം നമ്മൾ ഇറങ്ങിയാൽ ദൈവം നമ്മുടെ കാര്യം മാത്രം നോക്കി നിർത്തുന്നവനല്ല. നിനക്ക് ശേഷം നിന്റെ തലമുറയ്ക്കും അവൻ നന്മ വരുത്തുന്ന ദൈവമാണ്. പോരാ, ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. നിനക്ക് ശേഷം നിന്റെ തലമുറയ്ക്കും അവൻ ഗുണം വരുത്തുന്ന ദൈവമാണ്. യെസ്, വായിച്ചോ അടുത്ത വാക്യം. ആ, അവരെന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏകമനസ്സും ഏകമാർഗവും കൊടുക്കും. അടുത്ത വാക്യം. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത വാക്യം. യെസ്, അടുത്ത വാക്യം. അപ്പൊ ശ്രദ്ധിക്കുക, അവരെന്നെ വിട്ടുമാറാതിരിക്കേണ്ടതിന് എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഉള്ളിലാക്കും. മനസ്സിലായോ? ഭക്തി. അവരെന്നെ വിട്ടുപിരിയാതിരിക്കേണ്ടതിന് എങ്കലുള്ള ഭക്തി ഞാനിവിടെ ഉള്ളിലാക്കും എന്ന് പറഞ്ഞ അർത്ഥം, ഭക്തി അകത്ത് കയറിയവന് യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. ഭക്തി അകത്തുള്ളവന് യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. ഈ ആയുസ്സിൽ എൻ്റെ രോഗം സൗഖ്യമായാലും ഇല്ലെങ്കിലും, എൻ്റെ കടഭാരം മാറിയാലും ഇല്ലെങ്കിലും, ഞാൻ പ്രാർത്ഥിക്കുന്നത് കിട്ടിയാലും ഇല്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചത് നടന്നാലും ഇല്ലെങ്കിലും, എനിക്കെൻ്റെ യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. അതാ ഭക്തിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ഒരു വെല്ലുവിളി നടത്തി. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആര്? 17 കൂട്ടം കാര്യങ്ങൾ നിരത്തി. കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, ആപത്തിനോ, വാളിനോ, നഗ്നതയ്ക്കോ. നിർത്തിയിട്ട് പൗലോസ് തുടർന്നു, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മരണത്തിനോ ജീവനോ, മറ്റു യാതൊരു ശക്തിക്കും നമ്മുടെ കർത്താവായ യേശുവുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിപ്പാൻ കഴിയില്ലെന്ന് വാ തുറന്ന് പറ. കഴിയില്ലെന്ന്. കൈ ഉയർത്തി പറ. കഴിയില്ലെന്ന്. ഉറക്ക വിളിച്ച് പറ. കഴിയില്ലെന്ന്. ഞാൻ ഉറച്ചിരിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സൂചിച്ചു ഉറച്ചിരിക്കുന്നു പറ. ഉറച്ചിരിക്കുന്നു പറ. ഉറച്ചിരിക്കുന്നു. ഓ ഡീബ റൊഖുനിയ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഉറച്ചിരിക്കുന്നു. ഒന്നൊന്നിന് ഓപ്പോസിറ്റ്. കഷ്ടത, പട്ടിണി, ആപത്ത്, വാള, നഗ്നത. പിന്നെ പറഞ്ഞ് ഇപ്പോഴുള്ളതോ വരാനുള്ളതോ, ഉയരം, ആഴം, മരണം, ജീവൻ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ എൻ്റെ കഷ്ടത മാറി ഇനി സമൃദ്ധി വന്നാലും, എൻ്റെ സമൃദ്ധി മാറി എനിക്ക് കഷ്ടത വന്നാലും, ഇപ്പോഴത്തെ ഭരണം മാറി വേറൊരു ഭരണം വന്നാലും, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. എത്ര പേർക്ക് കൈ ഉയർത്തിയ ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ? ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചയിൽ പറയും, ഒരാഴ്ച പെയ്ത മഴ മുഴുവൻ നിൻ്റെ വീട്ടിൽ പെയ്തിറങ്ങിയാലും നീയും നിൻ്റെ കുഞ്ഞുങ്ങളും ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാതെ കുട പിടിച്ച് വീട്ടിനകത്തിരിക്കേണ്ടി വന്നാലും, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ക്ഷീണം നിൻ്റെ മുഖത്ത് കാണരുത്. നീ വിളിച്ച് ചോദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരെ? ദുഷ്ടപിശാചേ, നിന്റെ കഷ്ടതയ്ക്കോ, നിന്റെ പട്ടിണിക്കോ, നിന്റെ ആപത്തിനോ, നിന്റെ വാളിനോ, നിന്റെ നഗ്നതയ്ക്കോ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒരു ശക്തിയും കഴിയില്ല. ഓ, ഒന്നുകൂടെ കൈ അടിച്ചോ, ശക്തിയോട് ആത്മാവിൽ ആരാധിച്ചോട് പറ. യേശുവിന്റെ നാമത്തിൽ പറ. ഇല്ല.
കർത്താവിൻ്റെ സ്നേഹം നമ്മെ വേർതിരിപ്പാൻ ഒരു ശക്തിയും കഴിയില്ല. നമ്മുടെ കാനവച്ചനെ അദ്ദേഹം പറയുന്ന പല ഉദാഹരണം എനിക്കിഷ്ടമാണ്. അദ്ദേഹം പറയാറുണ്ട്, ഈ വിശ്വാസികൾ ചിലരുടെ സാക്ഷ്യം കേട്ടാൽ സാത്താൻ പുറകിൽ നിന്ന് മാറത്തില്ലെന്ന്. എന്താ കാര്യം? നമ്മുടെ അത് മനസ്സിലാക്കി തരാം. നമ്മുടെ ഇടയിൽ ഇവിടെ ഇച്ചിരി കയറണമല്ലോ. ഈ വേദപുസ്തകത്തിൽ 3 സാക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എത്ര സാക്ഷ്യമോ? അതൊന്ന് അനുഭവ സാക്ഷ്യം. പറഞ്ഞാട്ടെ, 66:16 സകല ഭക്തന്മാർ സങ്കീർത്തനം, സകല ഭക്തന്മാരുമായുള്ളവരെ അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. അനുഭവജ്ഞാനമുള്ള ദൈവമക്കൾ എവിടെ ഇരിക്കുന്നത്? അപ്പം ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്യുന്ന വിവരിക്കുന്നതാണ് എന്ത്? അനുഭവ സാക്ഷ്യം. നീ രോഗിയായിരുന്നു, ആർക്കും വരാൻ കഴിയില്ല, നീ തന്നെ കരഞ്ഞു, കർത്താവിൻ്റെ കര ഇറങ്ങി തന്നെ വിടുവിച്ചു. അത് എഴുന്നേറ്റെന്ന് പറയുമ്പം എൻ്റെ സഹോദരിയെ വിടുവിച്ചവൻ എൻ്റെ സഹോദരനെ വിടുവിച്ചു, എന്നെ വിടുവിക്കും. അതാ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ. അതാണ് അനുഭവ സാക്ഷ്യം. പിന്നെ ഒരു സാക്ഷ്യമുണ്ട്, 2 രാജാക്കന്മാരുടെ പുസ്തകം 4:8 നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ദൈവദാസൻ. ഒരു ദൈവപുരുഷൻ ഏലീശയെക്കുറിച്ച് ശുനേംകാരുത്തി പറഞ്ഞു. നമ്മളെക്കുറിച്ച് നാട്ടുകാർ പറയേണ്ട സാക്ഷ്യം, ആ സാക്ഷ്യത്തിൻ്റെ പേരാണ് ജീവിത സാക്ഷ്യം. പറഞ്ഞേ, ജീവിതം ഒരു സാക്ഷ്യമായിരിക്കണം. ഇതുവഴി പോകുന്ന ഒരു ദൈവഭക്തനാ, ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവൻ ദൈവഭക്തനാ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനൊരു പെന്തക്കോസുകാരിയാ. നാട്ടുകാർ പറയണം ജീവിത സാക്ഷ്യം. 3-ാമത്തെ സാക്ഷ്യം അപ്പോസ്തല പ്രവൃത്തി 26:28 അഗ്രിപ്പാവ് പൗലോസിനോട് പറഞ്ഞു, നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ പറഞ്ഞു വച്ചായന്മാരെ അല്പം കൊണ്ട്. അപ്പോൾ പൗലോസ് പറഞ്ഞു, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ നീ മാത്രം കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെ ആകണം. ആ സാക്ഷ്യമാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. ഈ 3 സാക്ഷ്യം നിങ്ങൾ ഒന്നിച്ചൊന്ന് പറഞ്ഞേ. 1 അനുഭവ സാക്ഷ്യം, 2 ജീവിത സാക്ഷ്യം, 3 ഈ 3 സാക്ഷ്യം വേണം ദൈവമക്കൾക്ക്. അനുഭവ സാക്ഷ്യം, കൈ തൊട്ടത്, അനുഭവിച്ചത്, മണത്തത്, ഹൃദയത്കൊണ്ട് തൊട്ടത്. അതിന് വരെ അങ്ങോട്ട് പോയപ്പം പട്ടി കുരയ്ക്കാൻ ഓടി വന്നു, ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഗ്ലോറി, എൻ്റെ ഭാര്യ ഗ്ലോറി ടു ഗോഡ്. എന്തൊക്കെയാ പട്ടി വന്നതൊക്കെയാണ് പറയണ്ടേ? പരസ്യത്തിന് സഭായോഗത്തിന് വന്ന് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്. ഒരുമാതിരിപ്പെട്ട സഭകളിലൊക്കെ ഈ സാക്ഷി നിരോധിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊന്നും എൻ്റെ കാര്യമല്ലല്ലോ. സാക്ഷ്യം. ഇപ്പം ഈ 3 സാക്ഷ്യവും കൂടെ നമ്മളിപ്പോൾ ഈ സഭായോഗത്തിൽ സങ്കീർത്തന വായനയ്ക്ക് ശേഷമുള്ള സാക്ഷ്യത്തിൽ ഒതുക്കി. എന്തൊക്കെയാ സാക്ഷ്യം? അനുഭവ സാക്ഷ്യം, ജീവിത സാക്ഷ്യം. ജീവിത സാക്ഷ്യം ഉണ്ടാകണം. ചിലരെക്കുറിച്ച് വി എ തോമസ് കൊണ്ട് പോയിക്കാൻ പറയും, ചിലരെ കട്ടനിട്ട് പ്രസംഗിപ്പിക്കണമെന്ന്. പ്രസംഗിക്കുന്ന ആരാന്ന് ലോകം കാണുന്നത്, അങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിരിക്കണം. ഇപ്പം ഈ 3 സാക്ഷ്യം കൂടെ പെന്തക്കോസുകാർ, നമ്മുടെ കാനോച്ചൻ്റെ വാചകത്തിലേക്ക് വരാനാണ് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ. 3 സാക്ഷ്യം എന്നുണ്ട്. നമുക്ക് നമ്മുടെ സാക്ഷ്യം കേൾക്കണോ? 1 പതിവ് സാക്ഷ്യം. എന്താ പതിവ് സാക്ഷ്യം? എല്ലാ ഞായറാഴ്ച എഴുന്നേറ്റ് ഇന്ന് കഴിഞ്ഞൊരാഴ്ച കോലം മുഴുവൻ, നമുക്ക് ചെല്ലുന്നൊക്കെ ഒരു നീട്ടൊക്കെ ഉണ്ട്, കഴിഞ്ഞൊരാഴ്ച കോലം മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ടപ്പോ ഒറ്റിരിപ്പ്, നിങ്ങളെല്ലാവരും എൻ്റെ, അത് ഞാൻ പിന്നെ പറയാം. അപ്പം ഈ 30 അച്ഛൻ പറഞ്ഞതാ ഇപ്പം ഞാൻ പറയുമ്പോൾ 35 വർഷമായി വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോഴും അമ്മാമ്മ പറയുന്നത്, നിങ്ങൾ എൻ്റെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കണം. അമ്മാമ്മയുടെ നിലനിൽപ്പ്, അച്ഛൻ്റെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണ്. AC റൂമിൽ കിടന്നിട്ട് വന്ന് ഫ്രിഡ്ജിൽ നിറയെ സാധനവും വെച്ചിട്ട് വന്ന് പറയുക, നിങ്ങളല്ല എൻ്റെ നിലനിൽപ്പിനെ. ആദ്യകാല വിശുദ്ധന്മാർ പട്ടിണി കിടന്നിട്ട്, പരിവട്ടം കിടന്നിട്ട്, മുണ്ട് മുറുക്കി ഉടുത്തിട്ട്, വീട്ടിനകത്ത് പോലും പെയ്തിറങ്ങുന്ന മഴയിൽ ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നിട്ട് ആരാധനയ്ക്ക് വന്ന് പറഞ്ഞു, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ദുഷ്ടപ്പിശാചേ, നിന്റെ കഷ്ടതയ്ക്കും പട്ടിണിക്കും ആപത്തിനും നഗ്നതയ്ക്കും ഒന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഉറയ്ക്കുന്നു.
നീ അങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ സാത്താന് മനസ്സിലാകും നിന്റെ പുറകിൽ മെനക്കെടുന്നത് വെറുതെയാ. ഈ പട്ടിണിക്കൊന്നും ഇവനെ വേർതിരിപ്പാൻ കഴിയില്ല. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ സാക്ഷ്യം 1 പതിവ് സാക്ഷ്യം, 2 കുത്തു സാക്ഷ്യം. ഇതൊന്നും അറിയാൻ വയ്യാത്ത പോലെ എന്നെ ഓട്ടോ ഒക്കെ കണ്ട. 1 ഓത്തില്ലേ പാട്ടിക്കുത്തു. ദൈവഭയമില്ലാത്തതുകൊണ്ട് ആരുടെ മുമ്പിലായി വരുന്നേ? പണ്ട് ഞാൻ അങ്ങനെ അച്ഛനോട് ചോദിച്ചു, പാസ്റ്ററിനോട് ചോദിച്ചു, ഞാൻ ഈ കേരളത്തിലുണ്ട്, എൻ്റെ ചർച്ചിൽ സഹോദരനും വന്നിട്ടുണ്ട്, കേരളത്തിലുണ്ട്, ഞാൻ കായംകുളം, എനിക്ക് ചർച്ചുണ്ട്, ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുണ്ട് IPCയിലെ. ഞാൻ മിക്കവാറും അവിടെ എത്തും, ഇവിടെ പോയാൽ ഓടി. വളരെ അപൂർവമായി ഞായറാഴ്ചകളിൽ പ്രസംഗിക്കാൻ പോകേണ്ടി വരും, ചില സഭായങ്ങൾ സംബന്ധിക്കണം. ഒരിക്കൽ ഞാൻ സഭായത്തിനോടത് സംബന്ധിച്ചു. സങ്കീർത്തനം വായിച്ച് പാസ്റ്റർ പ്രബോധിപ്പിച്ചിട്ട് ഇരുന്നു. സാക്ഷ്യത്തിന് സമയമായി. ഒരു അച്ചായൻ പുറകിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ഭാവം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നെന്ന്. അപ്പോൾ ഒട്ടും എനിക്ക് പിടികിട്ടിയില്ല. പുള്ളി അനുതാപം കൊണ്ട് പറയാം, എൻ്റെ ഭാവം എപ്പോഴും. കുറച്ച് കഴിയുമ്പോൾ മുമ്പിൽ നിന്നൊരു അച്ചായൻ എഴുന്നേറ്റ് വെടിപൊട്ടുന്നൊരു സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പാപത്തെ നീ പുറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, പുറയിരിക്കുന്ന അച്ചാൻ്റെ പാപം മുമ്പിൽ ഇരിക്കുന്ന അച്ചാനും, മുമ്പിൽ ഇരിക്കുന്ന അച്ചാൻ്റെ പാപം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്. എന്തായാലും 2 സാക്ഷ്യം പറഞ്ഞില്ല, അടുത്തൊരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് വിട്ടേക്കാം. ആ സാക്ഷ്യമാണ് കള്ളസാക്ഷ്യം. നമുക്ക് ഏതൊക്കെ സാക്ഷിയാണ് വേണ്ടേ? അനുഭവ സാക്ഷ്യം, ജീവിത സാക്ഷ്യം. അത് ഈ സങ്കീർത്തനത്തിനിടെ കഴിഞ്ഞുള്ളൊരു പ്രബോധനം അല്ല സാക്ഷ്യം. 1 പതിവ് സാക്ഷ്യം, 2 കുത്തു സാക്ഷ്യം, 3 രാവിലെ 7 മണി വരെ കിടന്നുറങ്ങിയിട്ട് വന്ന് പറയാച്ചാ കഴിഞ്ഞൊരോക്കോലം മുഴുവൻ ഞാൻ ജാഗരിക്കുകയായിരുന്നു. നമുക്കാവശ്യം അനുഭവ സാക്ഷ്യമാണ്, ജീവിത സാക്ഷ്യമാണ്, സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്ന ആര്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ ഒരു ശക്തിക്കും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ല. ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കണം. യേശു ക്രിസ്തുവിനെ ഇന്ന് പലരും പ്രസംഗിക്കുന്നത് നാം കൽപ്പിക്കുന്നെല്ലാം ചെയ്യുന്ന മാന്ത്രിക വടിയായിട്ടാണ്. എടുകൊടുക്കെ ചോറും കറി എന്ന് പറയുന്ന പോലെ നീ കൽപ്പിക്കുന്നെല്ലാം ചെയ്യുന്ന മാന്ത്രിക വടിയല്ല യേശു. ഷമറിയ. യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം കാര്യസാധ്യത്തിന് ഇറങ്ങിയേക്കുന്നതല്ല. ഈ ജീവരക്തം ഊറ്റേണ്ടി വന്നാൽ യേശുവിന് വേണ്ടി അത് ഊറ്റുന്ന മാർഗമായി മാർഗം. ഭക്തി അകത്തുള്ളവൻ യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 13-ാമത്തെ വയസ്സിൽ വിശുദ്ധ വേദപുസ്തകം മണ്ണെണ്ണയിൽ മുക്കി അത് കത്തിത്തീരും വരെ പിടിച്ചുകൊണ്ടിരുന്നവനായിരുന്നു സാധു സുന്ദർ സിംഗ്. സുവിശേഷത്തെ അത്ര എതിർത്തവനാണ്. പക്ഷേ തൻ്റെ 20-ാം വയസ്സിൽ തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു. യേശു ക്രൂശിക്കപ്പെട്ടവൻ അവൻ്റെ റൂമിൽ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, നീ ആരോടാ കളിക്കുന്നതെന്ന്. സുന്ദർ സിംഗ് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ ഇറങ്ങി. അവൻ്റെ അമ്മാവൻ, അവൻ്റെ അമ്മാച്ചൻ, തനിക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്, ഒറ്റ മോളേ ഉള്ളൂ. അമ്മാവൻ വന്നിട്ട് പറഞ്ഞു, ഈ മോള് നിൻ്റെ ഭാര്യയാകേണ്ടവളാ, ഈ സ്വത്ത് മുഴുവൻ നിനക്കാ. സുന്ദർ സിംഗിൻ്റെ മറുപടി, നിൻ്റെ മോളേക്കാൾ നിൻ്റെ സ്വത്തിനേക്കാൾ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. സുന്ദർ സിംഗ് ഈ ഭൂവിൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് തൻ്റെ അപ്പനെ ആയിരുന്നു. തൻ്റെ അപ്പനും ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന സുന്ദർ സിംഗിനെ ആയിരുന്നു. സുന്ദർ സിംഗ് ക്രിസ്ത്യാനിയായെന്നറിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ പോയി കാണും, ഞാൻ അവനെ തിരികെ കൊണ്ടുവരും. ഡൽഹിയിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ അവർ തമ്മിൽ കണ്ടു, ഒരു ഓട്ടർ റൂമിൽ വെച്ച്. എന്നെ ശ്രദ്ധിക്കൂ, സുന്ദർ സിംഗിൻ്റെ അപ്പൻ സുന്ദർ സിംഗിനോട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ആ ചോദ്യം ഇതായിരുന്നു, മകനെ സുന്ദർ സിംഗേ, മകനെ സുന്ദർ സിംഗേ, നീ എന്നെക്കാളുപരി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? സുന്ദർ സിംഗിൻ്റെ മറുപടി, ഉടാടി, ഞാൻ നിന്നെക്കാളുപരി എൻ്റെ യേശുവിനെ സ്നേഹിച്ചു പോയി. എനിക്ക് പിന്മാറാൻ കഴിയില്ല, എനിക്ക് പിന്മാറാൻ കഴിയില്ല.
4 കുഞ്ഞുങ്ങളും ദൈവദാസൻ്റെ ഭാര്യ ഈ പാട്ട് പാടിക്കൊണ്ട് അവരെഴുതിയെന്നല്ല ഞാൻ പറഞ്ഞു, ഈ പാട്ട് നേരത്തെ എഴുതപ്പെട്ടതാ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ആ പാട്ട് കേട്ട ശേഷം നമ്മളീ പാടുന്നത് എങ്ങനെയൊന്നും എനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് പാടുന്നത്. അതാണ് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ കണ്ണറിയാമെന്നറിയുന്നത്. കമ്മ്യൂണിസം റഷ്യയിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഒരു ദൈവദാസനെയും തൻ്റെ 4 കുഞ്ഞുങ്ങളെയും റഷ്യൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു. പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് വീട്ടിൽ ഇരുന്ന് അവർ വന്ന് വളഞ്ഞു. വീട് വളഞ്ഞ ശേഷം തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇറക്കി വിട്ടു, ഇറങ്ങാൻ പറഞ്ഞു. ഈ വീട് സീൽ ചെയ്തു. ഇത് ഗവൺമെൻറ്റിന് പോകാണ്. ഇതിവിടെ പാർക്കണമെങ്കിൽ യേശുവിനെ തള്ളി പറയണം, സുവിശേഷം നീ പറയരുത്. ആ ദൈവദാസൻ 4 കുഞ്ഞുങ്ങളെയും ഭാര്യയും ചേർത്ത് പിടിച്ച് വീടിൻ്റെ മുമ്പിൽ നിന്ന് പാടി, യു ടേക്ക് ദ ഹോൾ വേൾഡ് ബട്ട് ഗീവ് മീ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്. എനിക്കുള്ളതെല്ലാം നീ എടുത്തുകൊള്ളൂ, എൻ്റെ യേശുവിനെ എനിക്ക് തരിക, ഞാൻ അവനെ പിൻപറ്റും. അവർ ദേഷ്യം വന്നു, കോപം വന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ പട്ടാളക്കാർക്ക് എന്തും ചെയ്യാം, വിതരണമൊന്നും വേണ്ട. അവർ പറഞ്ഞു, എന്നാ നിനക്കുള്ളതെല്ലാം ഞങ്ങൾ എടുക്കാൻ പോവാന്ന് പറഞ്ഞു. ആ ദൈവദാസനെയും ഭാര്യയും കെട്ടിയിട്ട ശേഷം 4 കുഞ്ഞുങ്ങളെയും പിടിച്ച് തലകീഴായി കെട്ടിയിട്ടു. ഇങ്ങനെ 4 കുഞ്ഞുങ്ങളെയും തലകീഴായി അവരുടെ മുമ്പിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വാഴയുടെ കൂമ്പ് കണ്ടിക്കുന്ന പോലെ ഓരോ കുഞ്ഞിൻ്റെയും തല വെട്ടി മാറ്റി. 3 കുഞ്ഞുങ്ങളുടെ തല വെട്ടി 4ാമത്തെ കുഞ്ഞിൻ്റെ തല വെട്ടാൻ തുടങ്ങുമ്പോൾ ഈ പെറ്റതല്ല, ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് യേശുവിനെ തള്ളിപ്പറയാൻ വാ തുറന്നു. ആ കുഞ്ഞു പറഞ്ഞു, മമ്മി പാടില്ല, മമ്മിയും പാടില്ല. എൻ്റെ അച്ചാച്ചന്മാർ പർദീസിലെത്തി, അവരെന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. ഞാനും അവിടേക്ക് പറക്കും, പപ്പയും മമ്മിയും അവിടെ വരണം, നമുക്കൊന്നിച്ച് നമ്മുടെ കർത്താവിനെ അവിടെ ആരാധിക്കാം. ആ കുഞ്ഞിൻ്റെയും തല അവർ വെട്ടിമാറ്റി. ദൈവോർത്തിയൻ കർത്താവിനെ ഉപേക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ തൻ്റെ കൺമുമ്പിൽ വെച്ച് തൻ്റെ ഭാര്യ വെട്ടി നുറുക്കി. അപ്പോൾ ആ ദൈവദാസൻ പാടി, should no one join me, still I will follow. ആരും എന്നോടൊപ്പം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ പിൻപറ്റും. എൻ്റെ പ്രിയപ്പെട്ടവളെ നിങ്ങൾ കൊന്നുകളഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കൺമുമ്പിൽ നിങ്ങൾ വെട്ടി നുറുക്കി. എന്നോടൊപ്പം സ്തോത്രം പറയാൻ ആരുമില്ല, എന്നോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ആരുമില്ല, എങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ പിൻപറ്റും. ഇതാണ് ക്രിസ്ത്യാനിറ്റി. നിന്നോടൊപ്പം സ്തോത്രം പറയാൻ ആരുമില്ലെങ്കിലും, നിന്നോടൊപ്പം ആരാധിപ്പാൻ ആരുമില്ലെങ്കിലും, നിന്നോട് ചേർന്ന് നിൽപ്പാൻ ആരുമില്ല, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. എനിക്കവനെ ആരാധിക്കാതിരിപ്പാൻ കഴിയില്ല. Not turning back. ഞാൻ പിന്മാറില്ല, എനിക്ക് പിന്മാറാൻ കഴിയില്ല. അവർ പറഞ്ഞു, അങ്ങനെയാണെ നീയും മരിക്കാൻ ഒരുങ്ങിക്കോ. ആ ദൈവദാസൻ പാടി, the cross before me, the veil behind me. എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന മരണമാണ്, എങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റും. ഇവിടെ വന്ന എത്ര ദൈവമക്കൾ തൻ്റെ ഇടത്തോട് കൈയൊന്ന് ഉയർത്തിപ്പിടി. മക്കളെ, കൊച്ചു മക്കൾ ഉൾപ്പെടെ കൈ ഉയർത്തിപ്പിടി. നോട്ട് ടേണിംഗ് ബാക്ക് എന്ന് പറ. എനിക്ക് പിന്മാറാൻ കഴിയില്ലെന്ന് പറ. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ പിൻപറ്റുമെന്ന് പറ. കൈകൾ അടിച്ചു ശക്തിയോട് അന്യഭാഷ ദൈവത്തെ. ഇതാണ് കേൾക്കേണ്ട സന്ദേശം. ഞാൻ പിന്മാറില്ലെന്ന് പറ. എനിക്ക് പിന്മാറാൻ കഴിയില്ലെന്ന് പറ. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും, മക്കളില്ലെങ്കിലും, മരുമക്കളില്ലെങ്കിലും, അപ്പനില്ലെങ്കിലും, അമ്മയില്ലെങ്കിലും, ഭാര്യയില്ലെങ്കിലും എനിക്ക് എൻ്റെ യേശുവിനെ പിൻപറ്റാതിരിക്കാൻ കഴിയില്ല. Not turning back. ഞാൻ പിന്മാറില്ല. നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ദൈവത്തേക്ക് ഇവിടുന്ന് ആരാധിക്കുമ്പോഴേ ഈ വടക്കേണ്ടിയിലൊക്കെ എത്ര എണ്ണമാ വിട്ടു നുറുക്കപ്പെടുന്നേ. യേശുവിന് വേണ്ടി ജീവരക്തം ഊറ്റുകയല്ലേ. കിട്ടിയതൊന്നും പോരെ നമുക്ക്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മയിൽ ഒന്ന് കുറഞ്ഞാൽ സ്തോത്രം കുറയുന്നവരല്ലയോ നമ്മൾ?
പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ലെന്നും പറഞ്ഞ് ആരാധന മുടക്കാറില്ലേ നമ്മൾ? ഒരാൾ മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയം പോയില്ലേ? പാസ്റ്റർ ഗൗനിച്ചില്ലെന്ന് പറഞ്ഞ് ആരാധന മുടക്കില്ലേ? ഇതാണോ ആത്മീയത? ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്ന് സിംഹഗർജനം പോലെ ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ക്യൂ നിന്നൊരു കാലഘട്ടമുണ്ട് ദൈവശബ്ദം കേൾക്കാൻ. നിങ്ങൾക്കറിയാം, ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനാ. ഭക്തി എന്താ? എല്ലാവരെക്കാളും ഒരു യേശുവിനെ സ്നേഹിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന കിട്ടുമോ കിട്ടാതിരിക്കോ എനിക്ക് പ്രശ്നമല്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നീ എൻ്റെ ദൈവമാ. ഓ, ശക്തിയോട് കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചോണ്ട് പറ, പിശാചിനെ എട്ടട്ടെ. ഓ, ഉഷമറിയാന ഹല്ലേലൂയ. ബോഡാമ റഖാലബ ശംഭല റിയാനമ സന്ദന. ഇതിന് തത്തുല്യമായൊരു പാട്ട് മലയാളത്തിലുണ്ട്, നമ്മളൊക്കെ പാടും. എന്താ? ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും പഠിക്കേ, കഷ്ടത്തിൻ കണ്ണുനീർ കൂടിച്ചാലും പഠിക്കേ. കൈയടിച്ച ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കൂടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലോ, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ, എല്ലാം പ്രതികൂലമായെന്നാലോ, യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരാവെ ദർശിച്ചി ഭാഗ്യദേശോ, പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരാവെ ദർശിച്ചി ഭാഗ്യദേശോ, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭോ, അന്യനെന്നെണ്ണി ലോകമാതുൽ, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭോ, അന്യനെന്നെണ്ണി ലോകമാതിൽ, യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. ലോകത്തിൻ ബാലക കോമളത്തോ, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, ലോകത്തിൻ പാലക കോമളത്തോ, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ അശ്വരമാ, മേലുള്ള യെരൂശലേം നിത്യഗൃഹോ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മേലുള്ള യെരൂശലേം നിത്യഗൃഹോ, യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. ലാഭ
ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ. ലാഭമായി തീരുന്നു സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ. അങ്ങ് പ്രത്യംഗമം ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൽ പുകഴ്ചയ്ക്കായി. അങ്ങ് പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൽ പുകഴ്ചയായി. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഈ പാട്ട് എഴുതിയ ആരാന്നറിയാമോ? ആരാ ഈ പാട്ട് എഴുതിയേ? അന്നമാമൻ. എൻ്റെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. 22-ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. പുരാതനത്വമുള്ളൊരു കുടുംബത്തിൽ നിന്ന് യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച അപ്പൻ അറിയാതെ പോയി സ്നാനപ്പെട്ടു അന്നമാമൻ. അപ്പൻ അറിഞ്ഞപ്പോൾ കോപം കൊണ്ട് പറിച്ചു, അടിച്ചിറക്കി. പഴയ വീടുകളുടെയൊക്കെ മുമ്പിൽ എരുത്തിലുകളുണ്ട്, എരുത്തിനോട് കച്ചിപ്പുരകളുണ്ട്, കച്ചിപ്പുരകൾ. അമ്മയോട് പറഞ്ഞു, ഈ വീട്ടിൽ കയറ്റരുത്, കച്ചിപ്പുര കിടന്നോട്ട്, പച്ചവെള്ളം ഇവിടുന്ന് കൊടുക്കരുത്, ഭക്ഷണവും കൊടുക്കരുത്, വിശന്ന് പൊരിയുമ്പം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഒരാഴ്ച പട്ടിണി കിട്ടു. കച്ചിപ്പുര കിടത്തി. 22 വയസ്സ് പ്രായമുള്ള യുവതിയെ. അപ്പനെങ്ങാണ്ട് പോയ തക്കം നോക്കി വേലക്കാരിയുടെ കൈവശം ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ഇല പോലും വിടാതെ കൈകൊണ്ട് കുറേ ചോറ് വാരിയിട്ട് പട്ടിക്ക് കൊടുക്കുന്ന പോലെ വേലക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. മോക്ക് അമ്മ അപ്പം കാണരുത്, പേടിക്കും. ഇത് ഒരാഴ്ച പട്ടിണി കിടന്ന്, ആദ്യമായി പട്ടിണി കിടന്ന അന്നമാമൻ ഈ പൊതി തുറന്ന് നോക്കി, ഉപ്പ് പോലും ഇല്ല, പച്ചച്ചോറ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാര ഒഴുകി. ഈ ചോറിനോടൊപ്പം കണ്ണുനീര് കൂട്ടി വായിലോട്ട് വെക്കുമ്പം ഈ പാട്ട് ദൈവം കൊടുത്തു. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ ഞാൻ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും ഞാൻ ക്രൂശെ നോക്കി യാത്ര തുടരും. എന്തൊരു ഗംഭീര എഴുത്താപ്പാ! ഓ, ലോകമാം ഗംഭീര, ലോകമാം ഗംഭീര വാരിതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടെ എത്തി. കർത്തനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെ. അപ്പൊ വിചാരിച്ച പട്ടിണി കിട്ടാൽ ഈ മാർഗം ഉപേക്ഷിച്ച് പെണ്ണുങ്ങി വരുമെന്ന്. അപ്പൻ തള്ളിയ അന്നമാമിനെ ദൈവം കൈവിട്ടില്ല. കൈയൊന്നുയർത്തിയ ദൈവത്തിന് സ്തോത്രം പറ. സമുദായക്കാരൊക്കെ തള്ളിയ നമ്മളെ കർത്താവ് കൈവിട്ടില്ല, നമ്മുടെ തലമുറയെ കൈവിട്ടു. അന്നമാമിനെ ദൈവം ലോകം മുഴുവൻ അയച്ചു. ഇവിടുത്തെ മലയാളികൾ പലരും അമേരിക്കയിൽ ചെല്ലും മുമ്പ് അന്നമാമൻ അമേരിക്കയിൽ മിഷണറിയായി എത്തി. സായിപ്പുമാരുടെ നടുവിൽ ഓസ്ട്രേലിയയിലെത്തി, ഫ്രാൻസിലെത്തി. ഈ കേരളക്കരയിൽ നിന്ന് ലോകത്തിന് 5 വൻകരയിലേക്ക് ദൈവരെ അയച്ചു. ഇതുപോലെ അനേക ഗാനങ്ങൾ അവരെഴുതി. ലക്ഷം ദൂതർ സേവിത. ഓ, എന്തോ പാട്ടൊക്കെയാ. അങ്ങനെ അന്നമാമൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കൂ, അമേരിക്കയിലൊരു വലിയ യോഗം നടത്തുമ്പോൾ ജന്മന അന്ധയായിരുന്ന 13 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചിൻ്റെ കണ്ണേശു തുറന്നു. അവിടെ കണ്ണ് തുറന്നു. വിസിബിളായ, ചുമ്മാ തട്ടിമുട്ടിയുള്ള വിടുതലൊന്നും അല്ല, അന്ന് വിസിബിൾ.
ആ കുഞ്ഞിന് 20 വയസ്സായപ്പോൾ അവിടെ അമ്മയ്ക്ക് തോന്നി, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച അന്നമ്മ മാമൻ, അവിടെ കല്യാണ ദിവസമായി, അന്നമ്മ മാമന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഒരു കെട്ടുകഥ പറയാമല്ലോ ഇവിടെ നിന്ന്. അന്നമ്മ മാമൻ്റെ നമ്പറില്ല അന്ന്. നോ വാട്സാപ്പ്, നോ ഇമെയിൽ, നോ ടെലഫോൺ, അഡ്രസ്സ് പോലും അറിയില്ല. ആകെ അറിയാം കേരളത്തിൽ നിന്ന് വന്നൊരു മിഷണറി. പക്ഷെ അവർക്ക് ആഗ്രഹം എങ്ങനെങ്കിലും ഈ കൊച്ചിൻ്റെ കല്യാണ സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. സോദരം, അവരും പിന്മാറിയില്ല. അവരെന്നറിയാമോ, ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങി പൊതിഞ്ഞു. എന്നിട്ട് അഡ്രസ്സ് എഴുതി. ആരുടെ പേർക്കാണെന്നറിയാമോ? അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേർക്ക് ഒരു കത്ത് എഴുതിയാച്ചാ, മഹദിയുടെ രാജ്യത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു മിഷണറി വന്നു. അവരുടെ പേരാണ് അന്നമ്മ മാമൻ. അവർ പ്രാർത്ഥിച്ചപ്പോൾ 13 വയസ്സ് പ്രായമുള്ള ജന്മന അന്ധയായ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണേശു തുറന്നു. എങ്ങനെ കരയാതെ പ്രസംഗിക്കും. ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ വിവാഹ ദിനമാ. ഒരു ഗിഫ്റ്റ് കൊടുക്കണം അന്നമ്മ മാമന്. നിർവാഹമില്ല, ഭവതിയുടെ പേർക്ക് അയക്കുന്നു. ഇത് കൈമാറണം. ഗിഫ്റ്റ് ഡൽഹിയിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം നോക്കിയിട്ട് പെന്തക്കോസുകാരുടെ കൂടെ അന്വേഷിച്ചു. തിരുവനന്തപുരത്ത് വന്നു, കേരളത്തിൽ വന്ന്, തിരുവനന്തപുരത്ത് വന്നു, കുമ്പനാട് വന്നു. അന്നമ്മ മാമൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അറിഞ്ഞു തൻ്റെ രാജ്യത്തൊരു മിഷണറി വനിതയുണ്ട്. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഇങ്ങനെ മുണ്ടു മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് അടികൊണ്ട് ഒക്കെ വളർന്നൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഞാനീ പറയുന്നതിൽ നിങ്ങളെന്നോട് പിണങ്ങരുത്. കുറേ അഹങ്കാരികളും കുറേ കസേരമോഹികളും കുറേ അധികാരമോഹികളും ഇതിനെ തകർത്തുകൊണ്ടിരിക്കുക. ഇതായിരങ്ങൾ ജീവരക്തം ഊറ്റി പണിത പ്രസ്ഥാനങ്ങൾ. ദൈവം നട്ടതിനെ ദൈവം വളർത്തും. ഇന്ന് രാവിലെ ഇവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് അന്യവാഹോഷി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ദുഷ്ടപിശാചികൾക്ക് പറ, ദുഷ്ടപിശാചേ, നിന്നെ എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികളെ എൻ്റെ ദൈവം തകർക്കും, തകരും. എൻ്റെ കർത്താവിൻ്റെ പദ്ധതി വിജയിക്കും. ശക്തിയോടെ വിശ്വാസത്തോടെ അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അവൻ തോറ്റവനാ, യേശു ജയിച്ചവനാ. ഭക്തി അകത്തുള്ളവൻ യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. യഥാർത്ഥ ഭക്തരായി നമുക്ക് മാറാം. ദൈവത്താലും മനുഷ്യനാലും പിശാചിനാലും ഭക്തനെന്ന സാക്ഷ്യം കൈക്കൊണ്ട ഒരുവനുണ്ടായിരുന്നു. ആരാ? ഉറക്കെ പറ. യോബിന്റെ പുസ്തകം 1:1 പെട്ടെന്ന് വായിച്ചു. ജോബ് ചാപ്റ്റർ 1:1. യെസ്. അപ്പം അവനെക്കുറിച്ച് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നു. ഇതാര് പറഞ്ഞതാ? ഇത് പരിശുദ്ധാത്മാവാണ്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞതാ. പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ, അല്ലാതെ പേരെഴുതിയവരല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞവൻ ഭക്തനാ. സമയമില്ലാതെ 6-ാം വാക്യം വായിച്ചു. 6-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. 1:1. ഒരു ദിവസം ദൈവപുത്രന്മാർ യെസ് യെസ് എന്തോ ദൈവമക്കളെ, നമ്മൾ ആരാണെന്നൊന്ന് മനസ്സിലാക്കണം. കർത്താവ് അങ്ങോട്ട് ചോദിക്കുക എന്തേലും, ഇവൻ ഇങ്ങോട്ട് പറയുമ്പോൾ നീ എൻ്റെ ദാസനായ യോബിമേ. ഇന്ന് രാത്രി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാൻ, സാത്താൻ നിന്നെ നോട്ടം ഇടുമ്പോളെ വിവര സ്വർഗത്തിലെത്തും. കൈയടിച്ചോ, ശക്തിയോടെ ആലോചിച്ചോളെ. നിന്റെ തലമുറയെ അവൻ നോട്ടം ഇടുമ്പോളെ, അവൻ നിന്റെ മേൽ ദൃഷ്ടി വെക്കുമ്പോളെ വിവര സ്വർഗം അറിഞ്ഞിരിക്കും.
എന്റെ ദാസനായ ദൈവമേൽ ദൃഷ്ടി വെച്ചോ. തമ്പുരാൻ പറഞ്ഞു, സിമോനെ, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് സാത്താൻ ആലോചന ചോദിച്ചു. നിന്റെ വിശ്വാസം പോയിപ്പോതിരിപ്പ ഞാൻ വിട്ടുകൊടുത്തില്ല. നമ്മളെ വിട്ടുകൊടുക്കാത്ത കൃപ. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അവനെ പോലെ, വായിച്ചു വാരാ സിസ്റ്ററെ, ആരേലും വായില്, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. അപ്പം ഈയോ ഭക്തനാണെന്ന് രണ്ടാമത് ആരാ പറഞ്ഞേ? പിതാവാം ദൈവം. ഒന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇവൻ ഭക്തനാണ്. ദൈവം തമ്പുരാൻ പറഞ്ഞു ഭക്തനാ. സാക്ഷിവാ. അപ്പോൾ എന്താ പിശാച് പറഞ്ഞേ? സാധാരണ ഒരു നല്ല കാര്യം ആരെക്കുറിച്ചും പറയാത്തവൻ ആര്? ആരാ വായിക്കുന്നവൻ? ആ, അപ്പൊ സാത്താനും എന്തോ സംബന്ധിച്ചു വാസേ? അവൻ ഭക്തനാണ്. ഭൂമിയിൽ ആരെക്കുറിച്ച് നല്ലത് പറയാത്തവൻ ആരാ? എൻ്റെ ഭക്തന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദി. ഈ ചില ആളുകൾക്കും ഈ സ്വഭാവമുണ്ട്. ആരെക്കുറിച്ച് അവർ നല്ലത് പറയുന്നില്ല. അങ്ങനെയുള്ളവരിൽ ഈ ലഘ്യവും കയറിയിരിക്കാന്ന് ഓർത്തോണം. നല്ല പ്രസംഗം കേട്ടാലും അതിലെ കുറ്റം ഉണ്ടോന്നാണ് വിട്ടുപിടിക്കുന്നത്. എന്താ കുറ്റം? നാളിൽ ആരാണ്ട് പറഞ്ഞില്ല, നോക്കുന്ന നല്ല വിദ്യ, പക്ഷേ അവിടെ കുത്തുണ്ടെന്ന്. നമ്മുടെ ഈ നെഗറ്റീവ് ആത്മാവാണ് നമ്മുടെ ഇവിടെല്ല. അതായത് ഇപ്പം ഒരു സായിപ്പ് മാതാമ കേരളത്തിൽ വന്നെന്നിരിക്കട്ടെ, ഒരു ഷൂ മാർട്ടിൽ ചെന്നാൽ അവരൊരു ഷൂ ചോദിച്ചു. അവിടെ ചെന്നപ്പം നമ്മുടെ നാട്ടിൽ, അമേരിക്കയിലാണെങ്കിൽ അവർ ഷൂ ചോദിച്ചാൽ അവർ പറയും, സോറി, ഇവിടുത്തെ ഷൂ അവിടുത്തെ കാലിന് ചേരുന്നതല്ല, ഇവിടെ ഷൂനാണ് കുറ്റം പറയും. ഇവിടെ വന്നാൽ പറയും, ആ തള്ളേ, നിങ്ങളുടെ കാലിന് ഇവിടുത്തെ ഒന്നും ചേരത്തില്ലെന്ന് പറയും. നിങ്ങളുടെ കാലിന് അവിടാണ് ഷൂവിൻ്റെ കുഴപ്പമാണ്, ഇവിടാണ് നമ്മുടെ ഇതുപോലെ. 1.5 മണിക്കൂർ പ്രസംഗത്തിൽ എന്തോ ഉണ്ട്. ആരാണ്ട് പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും പ്രസംഗം തെറ്റിയാലറിയാം. DL മൂഡി എന്ന് പറഞ്ഞ ഭക്തൻ 10 കോടി ആളുകളെ നരകത്തിൽ നിന്ന് വലിച്ചെടുത്തവനാ. അദ്ദേഹത്തിൻ്റെ അടുക്ക് ഒരാൾ എന്ന് പറഞ്ഞു, DL മൂഡിയുടെ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷെ ഗ്രാമർ ഇല്ലെന്ന്. എന്തോ ഇല്ലെന്ന് വെച്ചാൽ ഗ്രാമറില്ലെന്ന്. DL മൂഡി പറഞ്ഞാ, ഗ്രാമറില്ലാത്ത ഇംഗ്ലീഷ് കൊണ്ട് ഞാൻ ഇത്രയും പേരെ യേശുവിനായി നേടി, നിന്റെ ഗ്രാമർ കൊണ്ട് നീ എന്നാ നേടി? ആരെക്കുറിച്ച് നല്ലത് പറയില്ല. അത് ഞാൻ പറയാം എപ്പോഴാന്ന്, അടുത്ത് വരാന്നുണ്ട്. അവൻ പോലും പറഞ്ഞു, എന്തോ പറഞ്ഞു, ഒന്ന് പറയുന്ന അച്ചായന്മാരെ, എനിക്ക് ഒത്തിരി ബഹുമാനമുണ്ട്. എന്ത് അനുഗ്രഹിക്കപ്പെട്ട, എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ കരയും. ഈ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ. അത് പിന്നെ പറയാം, എത്ര അനുഗ്രഹമാണ് അവർ നമ്മുടെ മുമ്പ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എനിക്കൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അപ്പച്ചന്മാരുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ആരെക്കുറിച്ച് നല്ലത് പറയാത്ത സാത്താനും പറഞ്ഞുവന്, പക്ഷെ എൻ്റെ കാരണവും പറഞ്ഞു. അത് പിന്നെ പറയാം. പിന്നെ ആരൊക്കെയാ പറഞ്ഞ അയ്യോ ഭക്തനാണെന്ന്? അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നിന്റെ ഭക്തി നിന്റെ ആശ്രയം അല്ലേ. ഇനി ആര് പറഞ്ഞു ഭക്തനാന്ന്? ഉറക്കെ പറയുന്നേ. അതാ സാക്ഷ്യം, അതാ സാക്ഷ്യം. അത് കിട്ടാനാ പാട്. ഞാൻ ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ വില കൊടുക്കുന്നത് ഈ സാക്ഷ്യത്തിനാ. ഏത് സാക്ഷ്യത്തിന്? ഭാര്യയുടെ സാക്ഷ്യത്തിന്. ഈ വേദവസം പറയുന്ന ദൈവദാസ, മാനാപമാനങ്ങൾ, ദുഷ്കീർത്തി സൽകീർത്തി, പൗലോസ് പറഞ്ഞതാ. ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. അപ്പം ഈ ശുശ്രൂഷയിൽ മാനമുണ്ട്, അപമാനമുണ്ട്, ദുഷ്കീർത്തിയുണ്ട്. കുറച്ച് പേര് ഭീമോനച്ചൻ നല്ലവനാന്ന് പറയും, കുറേ പേര് കൊള്ളത്തില്ലെന്നും. അങ്ങനായത് നിന്നെക്കുറിച്ച് നാട്ടുകാരെന്തൊക്കെ പറയുന്നതല്ല പ്രശ്നം. ഭീമോനച്ചൻ ഭക്തനാണെന്ന് ചിലപ്പം പലരും പറയും, നല്ല പ്രശ്നം. ഇതൊന്നും അല്ല. എൻ്റെ പെണ്ണും പിള്ളയും പിള്ളേരും എന്നെക്കുറിച്ച് എന്നാ പറയും, അതാ സാക്ഷ്യം. മനസ്സിലായോ? അവർക്കല്ലേ എന്നെ നന്നായിട്ട് അറിയാവുന്നേ. നമ്മൾ മലയാളികൾ ഒരാളെക്കുറിച്ച് നല്ലത് എപ്പോഴാണ് പറയുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ. ഓടിയാകണം. ചത്ത് കിട്ടിയാച്ചാൽ നമ്മളെ ഇവരെല്ലാം പൊക്കും.
ഞാൻ പറയും ഇതേലെ 10 വാക്ക് പുള്ളി ജീവനോടിരിക്കുമ്പം പറഞ്ഞായിരുന്നേ ഉടനെ അങ്ങ് പുള്ളി ആകത്തില്ലായിരുന്നു. ജീവനോടിരിക്കുമ്പം വേദനയും ദുഃഖവും അപമാനവും നൽകും. ചത്ത് കിട്ടിയാ പൊക്കും. ഈ കേരളത്തിൽ ഇപ്പം ദൈവം ഒത്തിരി അധികം കല്യാണം നടത്തുന്ന ആളാണ് ഞാൻ. അതോടൊപ്പം ശവോടൊക്കെ വരാറുണ്ട്, ഞാനങ്ങ് ഒഴിവാക്കും. കാരണം രാവിലെ പോയാൽ നമ്മൾ തളഞ്ഞു വീണാലും കൊണ്ടടക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ മതി. വെച്ചിരുന്ന് എന്തൊക്കെയായി പറയുന്നത്, വരുന്നവനും പോകുന്നവനും എല്ലാം. പെന്തക്കോസുകാരൻ്റെ അടക്കത്തിന് 2 കാര്യമായിരുന്നു. ഇത് പഴയ സഭയുടെ കൂടെ പറയണമല്ലോ. 1 അനുസ്മരണം, 2 വചനശുശ്രൂഷ. അനുസ്മരണം, വചനശുശ്രൂഷ, ഇത് 2 ഉള്ളൂ. TPM കാർഡ് ഉപയോഗം നോക്ക്. ഇതിപ്പോൾ അനുസ്മരണം പോയി, അനുശോചനം പോയി, ഇപ്പോൾ ആശംസകളൊക്കെ ആയത്. വരുന്നവനും പോകുന്നവനും ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. 10 മിനിറ്റ് 20 മിനിറ്റ് വചനം പറയാതില്ല. ഇരിക്കുന്നവൻ തലന്ന് വീണാലും കൊണ്ട് അടക്കത്തില്ല. വരുന്നവനും പോകുന്നവനും എല്ലാം എന്താ പറയുന്നത്. ഇന്നാൾ ഞാൻ സെൻട്രൽ പാസ്റ്റാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് ഞാൻ വരും, അതിനുശേഷം അവിടെ ഇത്രയും കൂടുതൽ വെക്കരുത്. ഇതൊക്കെ പോകുന്നുണ്ടല്ലോ കേട്ട്. അപ്പോൾ ഈ നാളെ ഞാൻ ഉടത്തി വന്നിരുന്നപ്പം വന്നവരെല്ലാം അങ്ങ് പറയാം. അന്നേരത്തെ ഒരാൾ പറയാം, എനിക്ക് ഈ അച്ചാനോട് വലിയ പരിചയമൊന്നുമല്ല, വലിയ പരിചയമൊന്നും എനിക്കില്ല. പരിചയമില്ലാത്തവൻ ഇതിനെ കൊടുത്ത് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ ഞാനിത് വഴി പോകുമ്പോൾ അച്ചാൻ വെള്ളം അടിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന്. പുള്ളി പാവപ്പെട്ടവൻ ചെടിക്ക് വെള്ളം ഒടിക്കുന്ന കാര്യമായി പറഞ്ഞു. ഓസ് കൊണ്ട് വെള്ളം ഒഴിച്ച് വെള്ളം അടിക്കുന്ന കണ്ടെന്ന് പുള്ളി അങ്ങനെ അങ്ങ് പറച്ചില്ല. അപ്പോൾ ഒരച്ചായം മരിച്ചു കിടക്കുക, ഒരു ചാക്കോച്ചായം മരിച്ചു കിടക്കുക. വന്നവരും പോകുന്നവരും വരുന്നവരും പോകുന്നവരും എല്ലാം അങ്ങ് വിശുദ്ധ. ഇതുപോലൊരു വിശുദ്ധനില്ലെന്നാണ് പറയുന്നത്. അങ്ങ് പൊക്കി അടിക്കുക. പറഞ്ഞിരിക്കുമ്പം പെണ്ണും പിള്ളയ്ക്കൊരു സംശയം. പുള്ളിക്കാരി മൂത്ത കൊച്ചനെ വിളിച്ചടാ, ജോണിക്കുട്ടി വന്ന് ശരിക്കൊന്ന് നോക്കടാ, നിന്റെ അച്ചായൻ തന്നെയാണോ ഈ ചത്ത് കിടക്കുന്നത്? കാരണം പുള്ളി അറിയാവുന്നേ. അമേരിക്കയിലൊരു ദൈവവിധ ദാസൻ മരിച്ചപ്പോൾ ജോൺ ഡാനിയൽ പറഞ്ഞു, ഈ അച്ചായൻ നമ്മളെ കൊണ്ട് വ്യാജം പറഞ്ഞില്ല. ഇതിനോടൊപ്പമൊക്കെ ചിന്തിച്ചോണം ഞാൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് കള്ളം പറഞ്ഞില്ല. നീ ഇവിടുന്ന് പോകുമ്പം നിന്നെക്കുറിച്ച് ആരും കള്ളം പറയരുത്. പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കണം. ഒന്ന് കൈ ഉയർത്തി വാ തുറന്ന ശക്തിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ അവസാനം പറയാൻ വെച്ചത് ഇടയ്ക്ക് കയറിയെന്ന് പറയട്ടെ. 100 കണക്കിന് വേദി ഞാൻ പറയും. അവൾ പറഞ്ഞു, ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊന്ന് കയറി ഞാൻ പറയാം, ദൈവദാസന്മാരെ ഇങ്ങോട്ട് നോക്ക്, മാതാക്കളെ, പിതാക്കളെ, നിങ്ങൾ ഈ ഭൂവിൽ ജീവിച്ചിരിക്കുമ്പോഴോ നിങ്ങൾ ഇവിടുന്ന് കടന്നു പോയ ശേഷമോ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണ എൻ്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു, എൻ്റെ മമ്മി ഒരു ദൈവഭക്തനായിരുന്നു. വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. എവിടെയോ ഞാൻ പറഞ്ഞു, ഗാനവച്ചൻ്റെ അടക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ ഓവർസിയർ ആയില്ലേലും, സെക്രട്ടറി ആയില്ലേലും, പ്രസിഡന്റ് ആയില്ലേലും, ഖജാൻജി ആയില്ലേലും, സെൻട്രൽ പാസ്റ്റർ ആയില്ലെങ്കിലും, നീ ജീവനോടിരിക്കുമ്പോഴോ നിന്റെ കണ്ണടഞ്ഞ ശേഷമോ നിന്നെ ഓർക്കുമ്പം നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണ എൻ്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു, എൻ്റെ മമ്മി ഒരു ദൈവഭക്തയായിരുന്നു. അതിനേക്കാൾ വലിയൊരു നേട്ടവും നമുക്ക് വേണ്ട. അങ്ങനെ നിന്റെ തലമുറ പറഞ്ഞെങ്കിൽ നീ രക്ഷപ്പെട്ടു. കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം പറഞ്ഞാട്ടെ. ഇതോരോന്നും നമ്മുടെ മനസ്സിൽ കൊള്ളണം, അമ്പ് പോലെ തറയ്ക്കണം. പിശാചി പറഞ്ഞു അവൻ ഭക്തനാ. അതിന് കാരണം എന്താ? വായിച്ചോ. വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? ആരാ വായിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവൻ്റെ സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അടുത്തത്, നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. മതി, ധാരാളമുണ്ട്. ചുമ്മാതല്ല, അവൻ ഭക്തനാ. പക്ഷെ കാരണം എന്താ? 1, നീ അവനും പറഞ്ഞാട്ട് അവൻ്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ഡിവൈൻ പ്രൊട്ടക്ഷൻ പറഞ്ഞാട്ട്, ദൈവിക സംരക്ഷണം. ഉറക്കെ പറ. നീ അവനൊരു വേലി, അവൻ്റെ കുടുംബത്തിനൊരു വേലി, അവൻ്റെ മക്കൾക്കൊരു വേലി എന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ മകൻ ഒരുത്തൻ ഇന്തോനേഷ്യയിലുണ്ട്, അവിടെ ഒരു വേലി.
സൗത്ത് ആഫ്രിക്കയിലുണ്ട് അവിടെ ഒരു വേലി, കുവൈറ്റിലുണ്ട് അവിടെ ഒരു വേലി. രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നിനക്ക് മാത്രമല്ല ദൈവത്തിന്റെ സംരക്ഷണം, നിന്റെ മക്കൾ എവിടെ ഉണ്ടോ അവിടൊക്കെ സംരക്ഷണമുണ്ട്. കൈകൾ അടിച്ചാൽ മോബിൽ ദൈവത്തെ സുവിച്ചോ. നിന്റെ തലമുറ എവിടൊക്കെ ഉണ്ടോ അവിടെല്ലാം ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവത്തിന്റെ വേലിയുണ്ട്. എത്ര വേലിയായി? 3 വേലി. യോബിന് ചുറ്റും ഒരു വേലി, അവന്റെ ഭവനത്തിന് ചുറ്റും വേലി, അവനുള്ളതിനൊക്കെ ഒരു വേലി. ഒന്ന്, തമ്പുരാനോട് പറയാ, നീ അവനെ സംരക്ഷിക്കുന്നു, ഡിവൈൻ പ്രൊട്ടക്ഷൻ. 2, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഡിവൈൻ ബ്ലെസ്സിങ്. നിന്റെ അനുഗ്രഹം അവന്റെ മേലുണ്ടെന്ന്, ദൈവാനുഗ്രഹം ഉള്ളവനാണെന്ന് കണ്ടോ. ഒന്നാമത് പ്രൊട്ടക്ഷൻ, വേലി. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ വേലിയുണ്ട്. അല്ല നിർവാഹം ഉണ്ടായിരുന്നെ അവൻ കയറിയേനെ. അവൻ ചെന്ന് ചുറ്റും നോക്കി, ഒരു നിർവാഹമില്ലെന്ന് കണ്ടപ്പോഴാണ് അവൻ അനുവാദം ചോദിക്കാൻ വന്നത്. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കും ദൈവമക്കൾ ഓർത്തോണം, നീ ദൈവത്തിന്റെ സ്പെഷ്യൽ പരിഗണനയിലുള്ള വ്യക്തിയാണ്, നീ ദൈവത്തിന്റെ VVIP ആണ്. നിനക്ക് ചുറ്റും ചെറിയ വേലിയുണ്ട്, വെറും വേലിയല്ല, മുള്ളുവേലിയല്ല. അവൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരും പാമ്പിനെയും യേശുവിന്റെ നാമത്തിൽ നീ മെതിച്ചു കളയും. കൈകളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും നിനക്ക് ദോഷം ചെയ്യില്ല. എല്ലാവരും കർത്താവിനെ ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ പറ, എനിക്ക് ദൈവത്തിന്റെ വേലിയുണ്ടെന്ന് പറ. എൻ്റെ കുടുംബത്തിന് വേലിയുണ്ട്. എൻ്റെ തലമുറ മേൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. വെറും വേലിയല്ല, മുള്ളുവേലിയല്ല, തീമതിലായിരിക്കും. ഇത് തീമതിലെന്നറിയാമോ? വടക്കൻ മലബാറിലൊക്കെ പന്നി കയറും. ഇവിടൊക്കെ ഇറങ്ങാൻ തുടങ്ങി തോന്നുന്നു. പന്നി കയറി കൃഷി കളയാതെ തീപ്പാൻ അവർ ഈ കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി നാട്ടും, എന്നിട്ട് എർത്ത് വ്യാപരിപ്പിച്ചിടും. പന്നി ഇങ്ങോട്ട് വന്ന വേലിയെ തൊടുകെടുത്തൊരൊറ്റ ഏറായിരിക്കും. കൃപയെ നിൽക്കുന്നവനെ തൊട്ടാൽ സാത്താൻ വിവരം അറിയും. ഈ പന്നിയുടെ ഒരു പ്രത്യേകത, ഒരിക്കൽ ഏറ് കിട്ടിയെന്നും പറഞ്ഞ് പിന്നെ വരാതിരിക്കത്തില്ല, ബോധമില്ല, പിന്നെയും വരും. അപ്പോഴും നീ ചാർജായിട്ട് കിടന്നോണം. ഈ വല്ലപ്പോഴും ചാർജ് ആകുന്നതുകൊണ്ടാണ് പന്നി കയറിയെല്ലാം മാന്തുന്നത്. വാസപ്രാർത്ഥന വരുമ്പോൾ ഒരു ചാർജിങ് 24 hour നീ ചാർജായിരിക്കണം. പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കൃപയുള്ളവനെ തൊട്ടാൽ പിശാച് വിവരമറിയും. ചുമ്മാതെ പ്രസംഗിക്കുകയല്ലേ. ഇവിടെയാണെന്ന് ഞാൻ ഓർക്കും, നിലമ്പൂരാണ് തോന്നുന്നു, വലിയൊരു സുവിശേഷ യോഗം നടക്കുകയാണ്. അവിടെ ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം വചനം പ്രസംഗിച്ചുകൊണ്ട്, അങ്ങനെ അനേക സന്ദർഭം ഉണ്ടാകാറുണ്ട്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഭൂതാത്മാവിളകിയ ഒരു സ്ത്രീ വളരെ ശക്തിയോട് കുതിക്കുകയാണ്. മുമ്പിലോട്ട് കുതിച്ചു വരിക. നിർത്ത് ഞമറിക്കൊണ്ട് നിർത്ത് എന്നും പറഞ്ഞ് അമ്മറി കയറി വരിക. വലിയ സ്റ്റേജിൻ്റെ മുമ്പിലാണ്. നിർത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ വന്ന് അവൾ അടിച്ചുകൊണ്ടിരിക്കുമ്പം യേശുവിൻ്റെ നാമത്തിൽ നിന്നും കൊണ്ട് ഞാനിങ്ങനെ വിരൽ ചൂണ്ടുമ്പം അവിടെ വിരലിൻ്റെ അഗ്രം, എൻ്റെ വിരലിൻ്റെ അഗ്രത്തിൽ ശൂന്ന് ഏശിപ്പോയതേ ഉള്ളൂ, ഇങ്ങനെ തൊട്ടുപോയതേ ഉള്ളൂ. അവൾ കൈ വലിച്ചിട്ട് വിളിച്ചു പോകാൻ തുടങ്ങി. അയ്യോ, പൊള്ളിപ്പോയേ. വല്ലതും മനസ്സിലായോ? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാഭിഷേകം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ, നീ പറയുന്ന അന്യഭാഷ സാത്താന്യ ശക്തികളെ കഴിക്കുവാൻ ശക്തിയുള്ളതാ. കൈയടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ദുഷ്ടാത്മ വ്യാപാരങ്ങളെ കരിക്കുന്ന അഭിഷേകമാ. ശക്തിയോടെ എല്ലാവരും സ്തോത്രം പറ, എല്ലാവരും ആരാധിക്കുക. ഹല്ലേലൂയ. പിശാച് പറഞ്ഞു, അവൻ വെറുതെ അല്ല ഭക്തനായിരിക്കുന്നു. ഒന്ന്, നീ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. 2, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു മൃഗസമ്പത്തുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഭാഷയെ പറയാം, വെറുതെയാണോ അവൻ സ്തോത്രം പറയുന്നത്? വെറുതെയാണോ ഹല്ലേലൂയ പറയുന്നത്? വെറുതെയാണോ നിന്നെ സ്നേഹിക്കുന്നത്? എന്തോ ഇതിൻ്റെ കുറവാ. വീടിന് വീട്, കാറിന് കാറ്. മക്കൾ അമേരിക്കയിലും റഷ്യയിലും ഡോളറും ചെക്കും വരുന്നുണ്ട്. ആരോഗ്യത്തിനും വലിയ കുറവില്ല.
ഫ്രിഡ്ജും ടി വി എല്ലാം ഉണ്ട്. അതുകൊണ്ടാ അതൊരു വെല്ലുവിളിയായിരുന്നു. ശ്രദ്ധിക്കുന്നു, പിശാച് വെല്ലുവിളിച്ചു. യോ ഭക്തനായിരിക്കാൻ കാരണം അവന് ദൈവം നന്മ കൊടുത്തത് കൊണ്ടാണ്. തമ്പുരാന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. തമ്പുരാന് വെല്ലുവിളി സ്വീകരിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കുന്നത് ഞാൻ അവന് വീട് കൊടുത്തോണ്ടല്ല, കാറ് കൊടുത്തോണ്ടല്ല, മക്കളെ കൊടുത്തോണ്ടല്ല, ജോലി കൊടുത്തോണ്ടല്ല, നന്മ കൊടുത്തോണ്ടല്ല. ഇതെല്ലാം പോയാലും എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കും. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും. തമ്പുരാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുന്നത് നീ പറഞ്ഞ പോലൊന്നും അല്ല. ആദ്യത്തെ വേലി പൊളിച്ചു കൊടുത്തു, തൊട്ടോളാൻ പറഞ്ഞു. ആദ്യത്തെ വേലി വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവം പൊളിക്കാതെ നിന്റെ കോമ്പൗണ്ടിൽ ഒരു അന്യായ ശക്തിക്ക് കാലുകുത്താൻ കഴിയില്ല. നീ ദൈവകൃപയിലാണെങ്കിൽ. ചുമ്മാ അവർ ചെയ്തു ഇവർ ചെയ്തെന്നും പറഞ്ഞ് നിലവിളിക്കുകയൊന്നും ചെയ്യരുത്. നീ ദൈവീയ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നിടത്തോളം ഒരു ദുഷ്ടവ്യാപാരത്തിൽ നിന്ന് തൊടുവാൻ കഴിയില്ല. ഞാൻ പഠിച്ച വേദവസം അതാ. വേദവസത്തിൽ ന്യായാധിപത്തിൽ 5 പ്രാവശ്യം ശിംശോനെ ബന്ധിച്ചതായി ഉണ്ട്. 5 തവണ. ഒരു തവണത്തെ ബന്ധനമല്ല, അടുത്ത തവണ അതിനേക്കാൾ വലുതാ. 5 തവണ. പലയിടത്താണേ ഉള്ളൂ. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്മേൽ വന്നെന്നുണ്ട്. തീ തൊട്ട ചണനൂൽ പോലെ ആ ബന്ധനം അഴിഞ്ഞു മാറി. ഓരോ തവണ ബന്ധനം തൂടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്മീതെ ദൈവശക്തിയും കൂടിക്കൊണ്ടിരുന്നു. നീ ദൈവകൃപയെന്നാൽ ഒരുത്തനും നിന്നെ ബന്ധിപ്പാൻ കഴിയില്ല, നിന്നെ ഒരുത്തനും ഒതുക്കാൻ കഴിയില്ല. എന്നാൽ അവനെ ബന്ധിച്ചൊതുക്കി. എപ്പോഴാ? അഭിഷേകം പോയപ്പം, പ്രതിഷ്ഠ പോയപ്പം, വിശുദ്ധിന്ന് വീണപ്പം. ദൈവിക പ്രൊട്ടക്ഷൻ നിൽക്കുന്നിടത്തോളം നമ്മെ തൊടുവാൻ സാത്താന് കഴിയില്ല. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇത് ആദ്യത്തെ വേലി വിളിക്കുന്നു. നിനക്ക് അവനെ ഉള്ളതെല്ലാം നിന്റെ കയ്യിലിരിക്കുന്നു, അവനെ തുടരുത്. സ്തോത്രം. യോബിൻ്റെ പിള്ളേരിരുന്ന് വീട് നേരെ കാറ്റടിച്ചു, വീട് വീണ് മക്കൾ മരിച്ചു. ശെബയർ വന്നു, കൽദയർ വന്നു, ഓരോന്നിനെയും പിടിച്ചുകൊണ്ട് പോയി. സ്തോത്രം. പക്ഷേ അതിൻ്റെ 21 ലാസ്റ്റ് വാക്ക് ഇങ്ങനെ, ഇവയൊന്നിനാലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിൽ പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. കൈയൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കണ്ടോ അവൻ ഭക്തി. ഇതാ നമ്മുടെ ചുറ്റുപാട് പലതും നമ്മൾ കാണുന്നുണ്ട്. ഇതാ ഭക്തി. 2-ാം അധ്യായത്തിൽ വീണ്ടും പിശാച് ദൈവത്തിൽ ചെല്ലുന്നു. തുടക്കം ഇതാ. പിന്നെ വായിച്ചോ പെട്ടെന്ന്. യെസ്. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു പദം വായിക്കുമ്പോൾ ഞങ്ങൾക്കറിയും, നീ വെറുതെ അവനെ ദ്രോഹിച്ചു. ഇപ്പോഴും അവൻ്റെ ഭക്തി ഉണ്ടോ? ആ പദം കേൾക്കണം. പിശാചിനോട് തമ്പുരാൻ ചോദിക്കുക, നീ എൻ്റെ കുഞ്ഞിനെ വെറുതെ നശിപ്പിക്കേണ്ടത് എന്നോട് ആലോചന ചോദിച്ചു. ഇപ്പോഴും അവൻ തന്നെ ഭക്തി. കർത്താവ് പറഞ്ഞ പദവാ വെറുതെ. അവനിപ്പോഴും ഭക്തനാ. അവനുള്ളതെല്ലാം പോയിട്ടും അവൻ്റെ ഭക്തി പോയിട്ടില്ല. ഉടനെ സാത്താൻ പറഞ്ഞു, കണ്ണിന് പകരം ത്വക്കിന് പകരം മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുക്കും. തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊടെ. അവൻ മുഖത്ത് നോക്കി എന്നെ തേച്ചു കളയും. ഉടനെ തമ്പുരാൻ എന്താ പറഞ്ഞേ? വായിച്ചോ. ഇതാ സാത്താനോട്, ഇതാ കണ്ടോ, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു. അവന്റെ കൈ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അവന്റെ പ്രാണനെ തുടരുത്. മുമ്പേ നമ്മൾ എത്ര വേലിയുണ്ടെന്നാ പറഞ്ഞേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, 3 അല്ല, വേലി 4 ഉണ്ട്. നിന്റെ പ്രാണന് ചുറ്റും മറ്റൊരു വേലിയുണ്ട്. പോരാ 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 ശക്തിയോ. നിനക്കുള്ളതിന് ചുറ്റും അല്ല, നിന്റെ പ്രാണന് ചുറ്റും ഒരു വേലിയുണ്ട്. ആ വേലി പൊളിക്കാതെ നിന്റെ പ്രാണനെ തൊടാൻ ദുഷ്ടന് അവകാശമില്ല. ഞാൻ കൂടെ പറയും, നിന്റെ മണ്ടയ്ക്കൂടെ പാണ്ടി ലോറി കയറി ഇറങ്ങിയാലും ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് നിന്നെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറ, എന്റെ പ്രാണന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ദൈവത്തിന്റെ വേലി.
ആ വേലി പൊളിക്കാൻ നിന്റെ പ്രാണനെ തൊടാൻ കഴിയില്ല. നിന്റെ കയ്യിലിരിക്കുന്നു, അവരുടെ പ്രാണനെ തൊടരുത്. ശരീരത്തോടെ തൊടാം, പ്രാണനെ തൊടാൻ കഴിയില്ല. യോബിൻ്റെ ഉച്ചിമുള്ളങ്കാൽ വരെ വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ടവനായി ഓട്ടും കഷ്ണമെടുത്ത് ചാരത്തിലിരുന്ന് അവൻ ദേഹം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യയിലും പിശാച് കയറി. അവളെന്താ ചോദിച്ചേ? നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് എന്നാലെല്ലാം നരകത്തിൽ പോകത്തുള്ളൂ. പിടിച്ചു മരിക്കാനല്ല പറഞ്ഞത്, ത്യജിച്ച് മരിക്കുക. സ്തോത്രം. ഉടനെ അവളെന്താ എന്താ പറഞ്ഞേ? നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു. ഹോവ തന്നു, ഹോവ എടുത്തു, ഹോവയുടെ നാമം. അവിടെ മറ്റൊരു കൊണ്ട് അവൻ സാഷ്ടാംഗം വീണതാ. ഇനി ഡൗൺ. എന്നിട്ടെന്താ? അവൻ സാഷ്ടാംഗം വീണു, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയും? ഞാൻ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ചിലത് നിങ്ങളെ കാണും. അതിൽ ആരാധനയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അതിൽ സ്തോത്രയാഗം എന്നൊരു അധ്യായം എഴുതാൻ വന്നപ്പോൾ ഞാൻ അമേരിക്കയിൽ വെച്ചാണ് അത് എഴുതുന്നത്. അപ്പം ദൈവം എന്നോട് ചോദിച്ചു, മോനെ നിനക്കറിയാമോ ഈ സ്തോത്രയാഗം എന്താന്ന്? ഈ സ്തോത്രയാഗം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് അല്ലെ ദൈവദാസൻ സ്തോത്രം പറ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നല്ല, സ്തോത്രയാഗം. എന്താണ് സ്തോത്രയാഗം? സ്തോത്രയാഗം എന്താണ്? പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായി, ആശകളെല്ലാം നിരാശയായി, എല്ലാം കൈവിട്ടുപോയി, മക്കൾ കൈവിട്ടുപോയി, ജോലി പോയി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി, കടഭാരമേറി, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒരു ദൈവവേദൽ പറയുന്ന സ്തോത്രമാണ് സ്തോത്രയാഗം. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ആദാമെന്ന് ചോദിക്കും, ഇപ്പം നീ എന്തിനാ ഈ സ്തോത്രം പറഞ്ഞേ? ജോലി പോയില്ലേ, കടഭാരമേറിയില്ലേ, എല്ലാവരും കൈവിട്ടില്ലേ? ഭക്തൻ പറയും, ഇപ്പോഴും എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്, എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്. എന്നോട് കൈ ഒന്നുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. തക്ക സമയത്ത് യോബിൻ്റെ ഭാര്യ വന്ന് ചോദിക്കുന്നു, നീ ഇപ്പോഴും ഭക്തനായിരിക്കുകയാണോ? ഞാൻ മണക്കാലയിൽ കൊച്ചാറുള്ള സമയത്താണ് ഇതുപോലെ 2 ദിവസം ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ പുതുതായി പഠിക്കാൻ വന്ന വേദശാസ്ത്ര വിദ്യാർത്ഥികളും സഭയെല്ലാം കൂടെ ചേർന്നു. അപ്പോൾ അവിടെ ദൈവവചനം ഇങ്ങനെ പ്രസംഗിച്ച ശേഷം ഏതോ ഈ വിഷയം കയറി വന്നു. അപ്പോൾ അവിടെ ഒരു നമ്മുടെ പഴയ അച്ഛനോടുണ്ടല്ലോ, പി.ജി. ജേക്കബ് സാർ, അച്ഛനറിയാം, വളരെ സാത്വികനാണ്, എന്നെ നോക്കിയിരിക്കണം. ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ മെസ്സേജ് എല്ലാം കഴിഞ്ഞ് പല വിഷയങ്ങൾ പ്രസംഗിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ നോക്കി ഈ ദൈവവൃത്യം വന്ന് ഒരു ചോദ്യം ചോദിച്ച് ഞാൻ കരഞ്ഞുപോയി. അതേ സാറേ, അവരെല്ലാം സാറേ വിളിക്കുന്നുണ്ട്. ഈ പി.ജി. ജേക്കബ് വന്നിട്ട് ശാന്തമായി ചോദിച്ചു, സാറേ 10 കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി സ്ത്രീ ഏറ്റുവാങ്ങി ഇല്ലേ? 10 ഡെഡ് ബോഡി, അവിടെ മക്കളുടെ 10 ഡെഡ് ബോഡി നിരത്തി വെച്ചു. അവളെന്തേലും പറഞ്ഞോ? എന്തേലും പറഞ്ഞോ? ഇല്ല. പിന്നെ എപ്പോഴാണ് അവൾ പറഞ്ഞേ? അവിടെ ഭർത്താവിൻ്റെ വേദന കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ വന്നില്ല. തൊടണ്ടിടത്ത് തൊട്ടപ്പോൾ അവൾ പറഞ്ഞിപ്പോഴും നീ ഭക്തയായിരിക്കുകയാണോ? ഞാൻ പറഞ്ഞു, ഇനി മേലാൽ യോബിൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തത്തില്ല. ഇത്ര അവൾ സഹിച്ചില്ലേ? നമ്മളാണ് നിൽക്കുവോ? എല്ലാം നഷ്ടപ്പെട്ട് അവിടെ പ്രിയപ്പെട്ടവൻ്റെ വേദന കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ പറഞ്ഞു, നീ ഇപ്പോഴും അവളെ കുറ്റപ്പെടുത്തുക, നീയാണ് നിൽക്കുവോ? ഇതാണ് ഭക്തി. അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. കൈ ഒന്നുയർത്തി ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം. ഞാൻ വാക്കുകൾ നിർത്തി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങാൻ പോവാ. യോബിനെല്ലാം പോയി. അവസാനം യോബ് പറഞ്ഞു, എൻ്റെ തൊക്കിങ്ങനെ ചെയ്ത ശേഷം പറഞ്ഞാട്ടെ, ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. അവനൊടിവിൽ പൊടിമേൽ നിൽക്കുവാൻ അറിയുന്നു. എന്നെ നോക്കിയ ദൈവമക്കളെ, യോ പറഞ്ഞ് എന്താ പറഞ്ഞറിയാം? എന്നെ നോക്കിയേ, യോ പറഞ്ഞ് കർത്താവേ മതി,
അപ്പച്ച മതി, എനിക്കിനി അങ്ങ് വന്നാൽ മതി. തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞു, മോനെ എനിക്ക് മനസ്സിലായി നീ പറഞ്ഞതൊക്കെ എന്താന്ന്, ഇനി വരാനല്ലേ, ഞാൻ നിന്നെ കൊണ്ടുവരും, പക്ഷേ ഇപ്പോൾ കൊണ്ടുവരില്ല. ആരോടൊക്കെയോ ദൂത് പരിശുദ്ധാത്മാ പറയാ, ഇപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവരില്ല. നീ എവിടെ അപമാനിക്കപ്പെട്ടോ, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ വേദനിക്കപ്പെട്ടോ, ആരൊക്കെ നിന്റെ ഭക്തിയെ ചോദ്യം ചെയ്തോ, അവൻ്റെ നടുവിൽ നീ ഒരു ഭക്തനെന്ന് തെളിയിക്കാതെ ഞാൻ നിന്നെ കൊണ്ടുവരില്ല. ഓ, ശക്തിയോട് കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. നീ വേദനപ്പെട്ടിടത്ത്, നീ അപമാനിക്കപ്പെട്ടിടത്ത്, നീ കരഞ്ഞെടുത്ത്, നീ സങ്കടപ്പെട്ടിടത്ത്, ഓ ഷമ റഖുനിയ, നീ ഒരു ഭക്തനാണെന്ന് തെളിയിച്ചിട്ടേ എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകുകയുള്ളൂ. ശക്തിയോടെ അന്യഭാഷ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ എവിടെ വേദനിച്ചോ, നീ എവിടെ കരഞ്ഞോ, നീ എവിടെ ഒറ്റപ്പെട്ടോ, നീ എവിടെ തള്ളപ്പെട്ടോ, ആര് നിന്നെ കരയിപ്പിച്ചോ, ആര് നിന്നെ വേദനിപ്പിച്ചോ, ആര് നിന്നെ സങ്കടപ്പെടുത്തിയോ, അവിടെ നടുവിൽ നീ ഒരു ഭക്തനാണ് ദൈവം തെളിയിക്കും. ശക്തിയോടെ 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 അന്യഭാഷ കരങ്ങളടിച്ച് അന്യഭാഷയിൽ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തൂ. അതിനോടൊപ്പം കർത്താവ് പറഞ്ഞ ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് കഴിഞ്ഞ കർത്താവ് പറഞ്ഞതാണ്, വേദവസത്തിലുള്ള വാക്യം വെച്ചേ ഞാൻ പറയൂ, ചിലത് കാണിക്കാതെ ദൈവം തൻ്റെ ഭക്തന്മാരെ എടുക്കുകയില്ല. ചിലപ്പോൾ ചിലത് കാണിക്കാതെയോ കൊണ്ടുപോകും. ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറയുന്നതേ, ഞാനൊരു തിയറി പ്രസംഗിക്കുകയല്ല, എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. ഇത് നെഞ്ചു പിടിച്ച് എനിക്ക് പറയാൻ തൻ്റെ ഇടമുണ്ട്. കർത്താവ് പറഞ്ഞു, ചിലത് കാണാതെ ദൈവം ചിലരെ കൊണ്ടുപോയില്ല. ചിലപ്പോൾ ദൈവം ചിലത് കാണിക്കാതെ ഭക്തനെയും കൊണ്ടുപോകും. രാജാവിനോട് പറഞ്ഞു, നീ സമാധാനത്തോട് നിന്റെ പിതാക്കന്മാരോട് ചേരും, എന്നാൽ ഈ നരത്തിന് വരുന്ന അനർത്ഥം നീ കാണുകയില്ല. ഓ, അതിനു മുമ്പേ ഞാൻ നിന്നെ കൊണ്ടുപോകും. മെതുശലേക്ക് അവൻ്റെ മരണത്തിൽ അത് ഐക്യപ്പെട്ടു. ഈ വഷളത്വം ഉള്ള തലമുറ ന്യായവിധി കാണാൻ നിന്നെ ഞാൻ വെക്കില്ലെന്ന് പറഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നാൽ ഈ യാക്കോബ് പറഞ്ഞ എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല. യോസേഫിൻ്റെ കൂടെ ഇല്ല. ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു. തലമുറയുടെ നന്മ കാണില്ലെന്ന് ചിന്തിച്ച യാക്കോബ് യോസേഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞൊരു പദം വായിച്ച് ഞാൻ കരയും. മകനെ യോസേഫേ, മകനെ യോസേഫേ, നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല, നിൻ്റെ തലമുറയും കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ നിങ്ങളുടെ ആരുടെയും തലയിൽ കൈവച്ച് പ്രവചിക്കുന്നില്ല, പക്ഷെ പ്രവചനത്തോട് ഞാൻ പറയട്ടെ, നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് ദോഷ്ടപിശാച് പറയുന്നെങ്കിൽ നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതെ, ചിലത് കാണാതെ ചിലത് കാണിക്കാതെ ദൈവം നിന്നെ കൊണ്ടുപോകില്ല. ചിലത് കാണിക്കാതെ ദൈവം ഭക്തനെ കൊണ്ടുപോകും, എന്നാൽ ചില നന്മകൾ കാണിയാതെ ദൈവം നിന്നെ കൊണ്ടുപോകില്ല. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4:1. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിലെടുത്തി പ്രവാചകന്റെ കയ്യിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യജമാനനെ പറ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ, കണ്ടോ കണ്ടോ കണ്ടോ, അവൻ എൻ്റെ ഭർത്താവിനേക്കാൾ നിന്റെ ദാസനായിരുന്നു. നിന്റെ ദാസനതിനേക്കാൾ അവനെ യഹോവ ഭക്തനായിരുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേൽക്കാം. ഭാര്യ പറഞ്ഞു കേട്ടോ, എൻ്റെ ഭർത്താവ് ഭക്തനായിരുന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞു, അതാ സാക്ഷ്യം. എല്ലാവരും എഴുന്നേറ്റാട്ട്. നമ്മൾ ഒത്തിരി കാലമായി കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി വരാം. പക്ഷെ ഇന്ന് രാവിലെ ഒന്നുകൂടെ പരിശുദ്ധാത്മാ പറയുന്നു, കണ്ണടച്ചു പ്രാർത്ഥിച്ചു. നീ ജീവനോടിരിക്കുമ്പോഴോ നിന്റെ കണ്ണടഞ്ഞ ശേഷമോ നിന്നെ ഓർക്കുമ്പോൾ നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം.
അവർ പറയണം, എൻ്റെ പപ്പ ഭക്തനായിരുന്നു, എൻ്റെ മമ്മി ദൈവഭക്തയായിരുന്നു. ആ സാക്ഷ്യം പ്രാപിപ്പാൻ കഴിയുന്നുണ്ടോ? കണ്ണടച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ, കർത്താവേ, എൻ്റെ തലമുറയുടെ മുമ്പിൽ ഭക്തനായി ജീവിച്ച് അവസാനിക്കണം. അതിന് കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഒരു ഭക്തനായി ജീവിച്ച് അവസാനിക്കണം, ഒരു ഭക്തയായി ജീവിച്ച് അവസാനിക്കണം. കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. യോബിന്റെ നന്മകളെ അപകരിച്ചത് കാറ്റായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ദൈവകരം നമ്മെ തൊടുന്ന പകലാണ്. അവന്റെ നന്മകളെ കൊണ്ടുപോയത് കാറ്റായിരുന്നു. യോബിന്റെ പുസ്തകം ആരംഭിക്കുന്ന കാറ്റോടുകൂടെയാണ്. അവന്റെ മക്കളിൽ നിന്ന് വീടിന് ചുറ്റും കാറ്റടിച്ചത് വീണവർ പോയി. യോബിന് കാറ്റിനെ ഭയമായി. എല്ലാം കാറ്റ് കൊണ്ടുപോയി. അവസാനം യോബിന്റെ കയ്യിൽ ഒരു ഒട്ടുകഷ്ടം മാത്രമേ ഉള്ളൂ. ഒരു എഴുത്തുകാരൻ എഴുതിയത്, കാറ്റടിക്കുമ്പോഴൊക്കെ അവൻ ഒട്ടുകഷ്ടത്തെ മുറുകെ പിടിക്കും, ഇതുകൂടെ പോകരുത്. അങ്ങനെ കാറ്റിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന യോബ് ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ പുസ്തകം അവസാനിക്കും മുമ്പ് മറ്റൊരു കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റിൽ യഹോവയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഹാളിൽ വന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാ പറയുന്നു, കാറ്റ് കൊണ്ടുപോയത് മറ്റൊരു കാറ്റ് മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. ദോഷ്ട പിശാചടിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ യഹോവയടിപ്പിക്കുന്ന കാറ്റിൽ നിന്റെ നന്മകൾ മടങ്ങി വരാൻ പോകുകയാണ്. കരങ്ങളുടെ അന്യഭാഷ സ്തോത്രം പറഞ്ഞു. കാറ്റ് കൊണ്ടുപോയത് കാറ്റ് കൊണ്ടുവരും. ഓബാ ഷമാ റഗൽഗനി ഉടമാർ ഗൗരൂ രഗൽഖനയ വൈഷമാ റൊഥുനിയ ഹംഥുനിയ. ദുഷ്ടപിശാചടിപ്പിച്ച കാറ്റിൽ നിന്റെ തലമുറ പോയെങ്കിൽ, നിന്റെ നന്മ പോയെങ്കിൽ, നിന്റെ ആരോഗ്യം പോയെങ്കിൽ, യഹോവയുടെ കാറ്റ് ഇവിടെ അടിച്ചു തുടങ്ങുന്നു. ദൈവത്തിന്റെ കാറ്റ് ഇവിടെ അടിച്ചു തുടങ്ങുന്നു. യഹോവയുടെ കാറ്റ് വീശുക, യഹോവയുടെ കാറ്റ് വീശുക, ദൈവത്തിന്റെ കാറ്റ് വീശുക. ദൈവത്തിന്റെ കാറ്റടിക്കുന്ന ഇന്ന് രാത്രി ഇവിടെ അടിച്ചു തുടങ്ങട്ടെ. ശബ്ദനായ കാറ്റ് കൊണ്ടുപോയത് കാറ്റ് മടക്കി കൊണ്ടുവരുന്നു. എല്ലാവരും അന്യഭാഷ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ട പിശാചടിപ്പിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ, ഇതാ ദൈവം അടിപ്പിക്കുന്ന കാറ്റിൽ ആ നന്മകൾ മടങ്ങി വരുന്നു. ഉടമാന വൈദമാന ഹതുനബ ലംതുന റിബല ദിമബമ ഹതുനബ ലബനു റബബബ ശമനബ ലകദ. ശമനം തരബൗ ദമലം തൂരഗല റബബൗ ശമബ റബബ റബലൗ ദിമന.